അനുമോള് പറയാ ഞാൻ കഴുകില്ല. അത്രയും ബുദ്ധിയിലും അനുമോള് ചിന്തിക്കും തോന്നുന്നുണ്ടോ? അനുമോള് ചിന്തിക്കും അത്രയും ബുദ്ധിയില്. കാശ് മേടിച്ച് കണ്ടന്റിന് വേണ്ടി പരതി പറഞ്ഞ് നടക്കുന്ന അനുമോളും കണക്കാം, ഒരു എത്തിക്സും ഇല്ലാതെ ഗെയിം കളിക്കുന്ന ഇവനും കണക്കാം. അവിടുന്ന് വെള്ളം മാറ്റിയിട്ട് അനീഷ് വേറെ ബെഡ് തരാണെന്ന് കിടക്കട്ടെ ചേട്ടാ, നാട്ടുകാർ കാണട്ടെ. ഈ നാറികൾ എന്തിനാ കളിക്കുന്നതെന്ന് അറിയാം? PR പുറത്തിട്ട് കൊടുക്കാൻ. ഈ കണ്ടന്റുകൾ പുറത്തു കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യും? സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യും. അങ്ങനെ ഒരു വ്യക്തിനെ എന്തിനാ ഇവിടെ അങ്ങനെ വ്യക്തി വേണ്ടേ? അല്ല, നമ്മൾ മലയാളം ബിഗ് ബോസിൽ ഒരു പാറ്റേൺ ഉണ്ട്. ഒരു പാറ്റേണും ഇല്ല ഇതിനകത്ത്. നൂറയ്ക്ക് വേറൊരു ആൺകുട്ടിയോട് അത് ഏത് മൊമെന്റിൽ നിങ്ങൾക്ക് തോന്നി? സായിക്ക് തോന്നലല്ലാന്ന് പറയാൻ പറ്റില്ല. നൂറ ആദിലിനോട് പറഞ്ഞ കാര്യം ആദിൽ എന്താ അറിയോ അനുമോളോട് പറഞ്ഞ? പടച്ചോനെ പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസ് ആവണില്ല, പിന്നെയാണ് ഇത് കണ്ട ഇത് ഇൻഫ്ലുവൻസ് ആവാൻ പോകുന്നത്. അവിടെ ആദില് ചെയ്തത് ആര്യനോട് ചോദിച്ചിട്ടില്ല എന്നുള്ള വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ സാധനം വേണ്ടത്. അവിടെയാണ് വേണ്ട. എങ്കിലും അനുമോൾ എന്തെങ്കിലും കാണിച്ചോട്ടെ. നാട്ടിന് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി ആ സ്മോക്കിംഗ് ഏരിയന്റെ ചുറ്റും കടന്ന് നിൽക്കുന്നുണ്ടോ? മെഡിക്കൽ ഹിസ്റ്ററി ബിഗ് ബോസിന്റെ ടീം ചെക്ക് ചെയ്യണം. കാരണം പ്രീവിയസ് സീസണിലും ഒക്കെ ഈ മെഡിക്കൽ സിറ്റുവേഷൻസ് മറച്ചു വെച്ച് പോകുന്നവരാണ്. സർഗോനേക്കാൾ ചെറുതാണോ ഏഷ്യാനെറ്റ്? അല്ലല്ലോ. ഹീസ് ജസ്റ്റ് എ ഷോ ഡയറക്ടർ. ഈ PR-കളുടെ ഇങ്ങനത്തെ ഗെയിമിൽ പോയിപ്പെട്ട് ഇവർ ചെയ്യുന്ന മാനിപ്പുലേഷൻസ് കണ്ട് അതിൽ വോട്ട് കുത്തിയിട്ടാണ് ഇവർ ഈ 2 ജയം ഉണ്ടാക്കി കൊടുത്തത്. സീസൺ 6 ഒരു പൊട്ടനും സീസൺ 7 പൊട്ടത്തേക്കും വിട്ടട്ടെ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. ബിഗ് ബോസ് ഷോയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഗസ്റ്റ് ഉണ്ട്. വെൽക്കം ടു BB കഫേ. സായി, നമസ്കാരം. ഞാൻ പറയട്ടെ, നമ്മൾ സുഹൃത്തുക്കളായതുകൊണ്ട്, നമ്മൾ ദിവസേന സംസാരിക്കുക മെസ്സേജ് അയക്കുന്ന ആളായതുകൊണ്ട് ഇന്റർവ്യൂവിന് വിളിക്കണം എന്നൊരു തോട്ട് എൻ്റെ മനസ്സിൽ പോയിട്ടേ ഇല്ല. സായി വിളിക്കുന്നു, പറയുന്ന കാര്യങ്ങൾ പോകണമെന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും അപ്പം എന്തുണ്ട് വിശേഷം? BB എങ്ങനെയാണ് ഇപ്പൊ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്? അടിപൊളി. ഇപ്പൊ നല്ല രസമുണ്ട്. ഇപ്പാണ് കഴിഞ്ഞ ദിവസം സാബുചേട്ടൻ ഒരു ഇന്റർവ്യൂ തന്ന സമയത്ത് സാബുചേട്ടൻ പറഞ്ഞു പുള്ളി അവിടെ പോയിട്ട് കുറച്ച് ഹിന്റുകൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തൊട്ടാണ് കളി സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. അങ്ങനെയാണോ? കളി കഴിഞ്ഞ ആഴ്ച തൊട്ടാണോ സ്റ്റാർട്ട് ചെയ്തത്? അങ്ങേര് ഹിന്ദു കൊടുത്തവര് കളി തുടങ്ങിയെന്ന് അങ്ങേര് പറഞ്ഞു. അതെ, ആ ചുമ്മാ അടിച്ചാ. അങ്ങേരോട് ചോദിച്ചപ്പോ അങ്ങേര് ഒന്നും കൊടുത്തില്ല എന്ന് ആദ്യ ഗ്രൂപ്പ് പറഞ്ഞു. പുള്ളി എന്റെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. ക്ലിക്ക് ബൈറ്റ് പറഞ്ഞത് അത്രേ ഉള്ളൂ. അങ്ങനെ ഹിന്ദു കൊടുത്ത് കളി തുടങ്ങാൻ പിറ്റേ ദിവസം തുടങ്ങില്ലേ? അല്ല, പിറ്റേ ദിവസം തൊട്ട് കളി തുടങ്ങിയെന്ന് പറഞ്ഞു. കളി തുടങ്ങിയത് ഇപ്പഴാ, 75 ദിവസം നോക്കുമ്പോ അപ്പോഴാണ്. അത് സാബുമാൻ ഹിന്ദു കൊടുത്തതിന്റെ ഭാഗമായിട്ടൊന്നും അല്ല. ഹിന്ദു കൊടുത്തതിന്റെ ഭാഗമായിട്ടുള്ള കളികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര തെറിച്ച് നിൽക്കുന്ന കളികളൊന്നും അല്ല. കളികളുണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ ഓബിയസ്ലി കളികൾ വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഇമീഡിയറ്റ്ലി വീട്ടുകാരും വന്നു. അതെ. അപ്പൊ അതെല്ലാം കൂടിയുള്ള കളികൾ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ നടക്കുന്നതാണ് അത്. പുറത്തുനിന്ന് അറിഞ്ഞുകൊണ്ടുള്ള വിഷയങ്ങളും അല്ല ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് പേഴ്സണൽ ഗ്രഡ്ജാണ്. പലരും തമ്മിലുള്ള പേഴ്സണൽ ഗ്രഡ്ജും പിന്നെ ഒരാളെ കുത്തിയിട്ട് അടുത്താക്കി കയറി പോകാനുള്ള പരിപാടി. ഷോ അങ്ങനെയാണല്ലോ. അതെ, അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ട്. ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി സായിനെ ഞാൻ ഈ പാതിരാത്രിക്ക് ഇവിടെ വിളിച്ചിരുത്തേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിവിൻ, അനുമോൾ, ഷാനവാസ് വിഷയങ്ങൾ നന്നായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ആളാന്ന് സായിക്കറിയാലോ. അതിനകത്ത് എല്ലാവരും ഒരേ അഭിപ്രായം. സായി മാത്രം വേറെ സൈഡിലേക്ക് പോയിട്ട് വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്താ സായ ഇങ്ങനെ? അതായത് എല്ലാവരും ഒരു വഴിക്ക് വന്ന് ഞാൻ വേറെ വഴിക്ക് പോകാന്നുള്ളൊരു ചിന്തയിലാണ്. ശരിക്കും അനുമോളുമായിട്ട് എന്താ എതിർപ്പ്? എന്താ? ഒരു എതിർപ്പില്ല. എനിക്ക് അനുമോളുടെ ആ ഒരു ഗെയിം ഇഷ്ടമല്ല. അനുമോൾ ആസ് എ ക്യാരക്ടർ ഇൻ ബിഗ് ബോസ് എനിക്ക് കൺവിൻസിങ് അല്ല. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങളാണ്. അതിപ്പോ ഏത് രീതിയിൽ ആരും എടുക്കുക. അപ്പൊ ഞാൻ ഒരു സിനിമ കണ്ടിട്ട് അതിന്റെ റിവ്യൂ പറയാറ്, അത് എന്റെ പെർസ്പെക്റ്റീവാണ്. അതന്നെ ആവണമെന്നില്ല ബാക്കിയുള്ളവരത്. ഞാൻ നോക്കുന്ന സമയത്ത് എന്താ, നെവിൻ ഷാനവാസിന്റെ ഒരു ഇഷ്യൂവിനകത്ത് ഞാൻ കാണുന്ന കോർ റീസൺ എന്ന് പറയുന്നത് അനുമോളാണ് തുടക്കട്ടത്. പാത്രം കഴുകില്ല. അനുമോള് പറയാ ഞാൻ കഴുകില്ല. പക്ഷെ അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് സൂമിൽ അത്രയും നല്ല സൂമിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാണിച്ചിട്ടില്ല. അതായത് ക്ലോസ് ആയിട്ട് കാണിച്ചിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ അത് നോക്കുമ്പോൾ ഒരു ചെറിയ പൊടിയാണ്, വരാൻ പാടില്ല, ചെറിയ പൊടിയാണ്. പക്ഷേ ഇപ്പൊ സാമാന്യ ഒരു ഇത് മര്യാദയുള്ള ആൾക്കാർ, ഇവൻ അനുമോളാണെങ്കിലും ജസ്റ്റ് കഴുകിയിട്ട് അത് ചെയ്യില്ലേ? കാരണം എന്താ, തലേ ദിവസം
ഇവര് ഫുഡ് ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് കോലാഹലം ഉണ്ടാക്കിയോ ആ വീട്ടിൽ? തീർച്ചയായിട്ടും. ടാസ്ക് നടക്കുന്ന ദിവസമാണ്, TTF ആണ്. ആ വീട്ടിൽ ഓൾറെഡി ഡിന്നർ ആണ് ഇവർക്ക് മിസ്സായത്. അതായത് ലഞ്ച് വഴുകി ഡിന്നറിന്റെ സമയത്ത് ഇടയിൽ കഴിച്ചുപോയി. ഇവരാരും ആ ടീമിനോട് ചോദിച്ചിട്ടില്ല, പയ്യന്മാരോട് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇവരത് പിറ്റേ ദിവസം കണ്ടന്റ് ആക്കി. ഇവർക്കെതിരെ ഒരു സാധനം 3 ക്യാപ്റ്റന്മാരുന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പട്ടാ ഗേൾസിന് പൊട്ടി. 100 ഒരു പണി എടുത്തിട്ടില്ല. ഇന്ന് ലൈവ് കണ്ടവർക്ക് അറിയാം. ഇന്ന് കറന്റ് ഡേറ്റ് ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് വരെയുള്ള ലൈവിൽ എനിക്കറിയാം ടോയ്ലറ്റിന്റെ സൈഡിലെ ടിഷ്യൂ പേപ്പറിന്റെ കൂമ്പാരം കൂടി കിടക്കുന്നു. അനുമോളുടെ ബെഡിന്റെ സൈഡിലെ ഡ്രസ്സ് കൂടി കിടക്കുന്നു. അത് പക്ഷെ അതിന് മുന്നേ ഉണ്ടല്ലോ സായി. ഇല്ലല്ലോ, കൂടി കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഉണ്ടല്ലോ. എത്ര ആളുണ്ടായിരുന്നു വീട്ടില്? മുന്നേ കുറെ ആളുകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ 10 പേരിലേക്ക് ഒതുങ്ങിയ 10 പേരുള്ള സമയത്ത് എങ്ങനെ അറിയോ? 10 പേരുള്ള സമയത്ത് ഞാനൊക്കെ ഉള്ള സമയത്ത് 10 പേരുള്ളപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാണ്. വീട് വളരെ ക്ലീൻ ആയിരിക്കും. ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വെസൽസിന്റെ എണ്ണം കുറവായിരിക്കും. ഈസി ആയിട്ട് വീട് മാനേജ് ചെയ്യാൻ പറ്റും. എണ്ണം കൂടുതലുള്ളപ്പോൾ പോലെയല്ല, എണ്ണം കുറവുള്ളപ്പോൾ. ഈ 3 പേര് ക്യാപ്റ്റന്മാരായ സമയത്ത് നൂറ പ്രഖ്യാപിച്ചു എന്ത് ഞാൻ പണിയെടുക്കില്ല എന്നുള്ളത്. നൂറയുടെ സൈഡ് തന്നെയാണ് ആദില, അനുമോള്. അതിലേക്ക് ഷാനവാസും കൂടി ഉണ്ട്. കൂടി ഒരു പണി അവരെടുക്കുന്നില്ല. ഈ 3 പേര് എതിർക്കണം. പാരലായിട്ട് അവർക്ക് വേറൊരു അടുക്കള റൺ ചെയ്യണം. ഈ 3 പേര് അവരെന്ത് ചെയ്യില്ല, ഒരു കാര്യത്തിനും അടുപ്പിക്കില്ല. ഇവരെ ക്യാപ്റ്റൻസി പൊട്ടിക്കണം. ഇതാണ് അവരുടെ അജണ്ട. അനുമോൾ ആ വീട്ടിൽ ഇന്നേ വരെ ക്യാപ്റ്റൻ ആയിട്ടില്ല. അതിന്റെ ദേഷ്യം നന്നായിട്ടുണ്ട്. ആദില നോറയ്ക്ക് അക്ബറിനോട് തീർത്താ തീരാത്ത വൈരാഗ്യമാണ്. ഇതെല്ലാം കൂടി അവരെടുത്ത് അലക്കി. ഫുഡ് കിട്ടിയില്ല എന്നുകൊണ്ട് കച്ചറ തുടങ്ങി. ഫുഡിന്റെ വിഷയം പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഇടയ്ക്ക് കയറാം. പക്ഷേ സാധാരണ ഈ നിവിനാണെങ്കിലും ആര്യനാണെങ്കിലും ഇതിനു മുമ്പ് ഫുഡ് ലേറ്റ് ആവുന്ന സമയത്ത്, വേദലക്ഷ്മി ഒക്കെ കിച്ചണിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്പോട്ടിൽ അവർ പ്രശ്നം വൈകിയപ്പോൾ അല്ലേ? അന്ന് രാത്രി ഇവരാരും ഫുഡ് വെച്ചിട്ടില്ല. ചോദിച്ചോ? ചോദിച്ചു. ആരും ചോദിച്ചിട്ടില്ല അന്ന് രാത്രി. ടാസ്ക് കഴിഞ്ഞപ്പോ ഇവര് കിടന്നുറങ്ങിയല്ലായിരുന്നു. പിറ്റത്തെ ദിവസമാണ് ഇവര് ഫുഡ് തന്നില്ല എന്ന് പറയുന്നത്. രാത്രി ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് എല്ലാരും ചോദിച്ചുണ്ടാക്കുമായിരുന്നു. അക്ബർ പറയുന്നല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇവരും ടാസ്ക് കളിച്ചു. ഈ പറഞ്ഞ 3 പേരും ടാസ്ക് കളിച്ചിട്ടുണ്ട്. ഇവരോട് ഒന്നിനെയും ഫുഡ് ഉണ്ടാക്കാൻ പറയാം, അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടാക്കാം. സ്വയം കട്ടെടുത്ത് തിന്നുന്നുണ്ട്, സ്വയം ഉണ്ടാക്കി തിന്നുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇവരാരും അത് ഉണ്ടാക്കാനും മുതിർന്നിട്ടില്ല. എല്ലാവരും ഒരേ ടാസ്ക് കളിച്ച് ഒരേപോലെ തളർന്ന് എല്ലാവരും ഒരേപോലെയാണ് കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം ഒരേപോലെ ചെയ്ത ഒരു കാര്യത്തിന് പിറ്റേ ദിവസം എടുത്തൊരു കണ്ടന്റ് ആക്കുമ്പോൾ വെസലിന്റെ കാര്യം ഇവർക്ക് തിരിച്ചു പറഞ്ഞൂടെ? തിരിച്ചു പറയാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരേപോലെ പണിയെടുക്കുന്നതാണെങ്കിലും അവിടെ വെസൽ ഒന്നും കിടപ്പില്ലായിരുന്നു, കഴുകി വെച്ചിട്ടുണ്ട്. അല്ല, അതാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. പിറ്റത്തെ ദിവസം ഷാനവാസ് അടക്കമുള്ള ആൾക്കാർ, ഞാൻ ലൈവ് ഫുള്ള് കാണുന്നത്, ഷാനവാസ് അടക്കം ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു കറുത്ത ഒരു പാത്രം ബൗള് കഴിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം കഴുകാന്നുണ്ട്. ഇത് വെസൽ ടീമിലെ ഷാനവാസാ. രാത്രി എന്ത് ചെയ്ത് കഴിച്ചത് അവിടെ അതേമാതിരി കൊണ്ടുപോയിട്ട് കഴുകിയിട്ടില്ല. പക്ഷെ നമ്മൾ ആ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് സിംഗിൾ പാത്രം ഒന്നും കാണുന്നില്ല. ഒരു പാത്രമേ കാണാത്തുള്ളൂ. പുറത്ത് 2-3 പാത്രങ്ങളുണ്ട്. പുറത്ത് 2-3 പാത്രം ഉണ്ടെങ്കിൽ നമ്മളത് പാത്രം ആയിക്കോട്ടെ, അതിനകത്ത് കറണ്ടെങ്കിൽ കറയുണ്ട്, ചെറിയ കറയല്ലേ സായി? പറ്റില്ല, അവനവന്റെ ഡ്യൂട്ടി എടുക്കണ്ടേ? ഇവരോട് അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പറഞ്ഞൂടെ? അവർക്ക് ഡ്യൂട്ടി എടുത്തിട്ട് ഇപ്പൊ ഇവിടെ അനുമോള് ഡ്യൂട്ടി എടുത്തോന്ന് ചോദിച്ചാൽ എടുത്തു, പൂർണ്ണമായിട്ടും ചെയ്തോന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ ചെയ്യുന്നത് എന്താ? അവര് ചെയ്തിട്ടില്ല, അവര് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. വേണ്ട, അവര് ചെയ്തു, ഇവരും ചെയ്തു. ഭക്ഷണം ഉണ്ടാക്കി ബിഗ് ബോസ് ഹൗസില് ഭക്ഷണം ഞാൻ പറയട്ടെ, ഇവര് ചെയ്തില്ല അത് വിചാരിച്ച് മറ്റൊരു ചെയ്യാതിരിക്കണോ? മറ്റോ ചെയ്യാതിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാനിപ്പം അവര് ഒരാളെ അക്ബറും അനുമോളും ആര്യനും ഈ പറഞ്ഞ ഷാനവാസും എല്ലാരും കൂടി ഉണ്ടായ അടിയാ. ഇതിനകത്ത് ഷാനവാസ് അത് കഴുകാൻ റെഡിയാ. വെസൽ ടീം ക്യാപ്റ്റൻ ആരാ? അനുമോള് ചെയ്യില്ല, ഷാനവാസിനെ കൊണ്ട് ചെയ്യിക്കൂല. അവര് ചെയ്യാത്തൊരു കാര്യം ഇവര് വന്ന് കഴുകണോ? അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതിനോട് ഞാൻ യോജിക്കുന്നു. അനുമോള് ചെയ്തുമില്ല, ഷാനവാസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല. ഈ പറഞ്ഞ ആര്യൻ, നെവിൻ, അക്ബർ, അനുമോള്, ഇതിൽ ആരാ നന്മവരം? ആരും നന്മവരല്ല. ആരാ നന്മവരം അഭിനയിക്കുന്നെന്ന് പറഞ്ഞാൽ ആരാ അഭിനയിക്കുന്നത്? അനുമോള്. അനുമോളിന് പാത്രം ഒന്നും കൊണ്ടുപോയി വെള്ളം ഇങ്ങനെ ആക്കി വെക്കാൻ വലിയ പാടുണ്ടോ? അതാണ് അനുമോളുടെ വാശി അവിടെ ഉണ്ട്, അത് പ്രകടമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ 10 പേരേ ഉള്ളൂ,
ഇവര് മൂന്നാളുമാണ് കിച്ചൺ ഹാൻഡിൽ ചെയ്യണത്. അപ്പോ ഒരു ചെറിയ സാധനത്തിന്റെ മേൽ ഇത്രയും പ്രശ്നം ആക്കണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവര് വേണം ചെയ്തതാ. അപ്പൊ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു. ശരി, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞു. ഒരാൾ അവിടെ വയ്യാണ്ട് കിടക്കുന്നു, ഹാർട്ടിന് പ്രോബ്ലം ഉള്ള വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. അക്ബറുമായിട്ട് ഇതുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അവിടെ അത് എപ്പോഴാ കുറെ കഴിഞ്ഞിട്ടല്ല, സെയിം വീഡിയോനകത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യമേ നിവിന്റെ ഒപ്പം നിന്ന് പറഞ്ഞു അയാളുടെ അഭിനയാണെന്ന്. ഞാൻ അവരെ ഞാൻ പറഞ്ഞത്, ഞാനിട്ട വീഡിയോനകത്ത് ഞാൻ അക്ബറിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, നിവിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ആര്യനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഞാനാണ് ആ പോയിന്റ് ആദ്യം പറയുന്നത്. എന്ത് അക്ബർ ഇത് ഒപ്പം ഇരുന്ന് കേട്ട ഒരാളാ, മോശമാണ്. ഞാൻ ഊഞ്ഞാലല്ല, മറ്റേ സുസുക്കി ഞാനിതൊന്ന് കൃത്യമായി പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറയുന്നു, ശുദ്ധ തെമ്മാടിത്തരാണ് ആര് പറഞ്ഞത്? അക്ബറും നിവിനും. നിവിൻ പറഞ്ഞ നീ ഒരു എത്തിക്സും ഇല്ലാത്ത ഗെയിമറാ. നിവിന്റെ ഭാഗത്തുനിന്ന് അതല്ല, അതിനപ്പുറം വേണമെങ്കിൽ എന്ത് പറയും? നിവിൻ പറയും. നിവിന്റെ ഞാൻ ഒരിക്കലും ഞാൻ മൈൻഡ് ചെയ്യണില്ല. അവൻ അങ്ങനെയാണ്. അവന് നമ്മൾ എന്ത് മൈൻഡ് ചെയ്തിട്ടും കാര്യമില്ല. അവന്റെ ഗെയിം ഒരു എത്തിക്സ്. അങ്ങനെ ഒരു വ്യക്തിനെ എന്തിനാ ഇവിടെ അങ്ങനെ വ്യക്തി വേണ്ടേ? അല്ല, നമ്മള് മലയാളം ബിഗ് ബോസിൽ ഒരു പാറ്റേൺ ഉണ്ട്. ഒരു പാറ്റേണും ഇല്ല. ഈ തവണയാണ് ഇത്രയും ഒരു പാറ്റേൺ. ഇന്റർവ്യൂ എടുത്ത സാബുമോൻ അതെ വിന്നറാണോ? അതെ. ഇപ്പോഴും നിങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഫസ്റ്റ് സീസണിൽ ഹിമയുടെ കഴുത്തിന് കയറി പിടിച്ചല്ലേ, ആ സീസൺ വിന്നറാണോ? അതെ. കഴുത്തിന് കയറി പിടിച്ചെന്ന് പുറത്താക്കണ്ടേ? കഴുത്തിന് കയറി പിടിച്ചതിന് അല്ല, അതിന് റീസൺ ഉണ്ട്. ഫിസിക്കൽ അറ്റാക്ക് ചെയ്ത് ജെൻഡർ കാർഡ് പറഞ്ഞ ഒരു സ്ത്രീയുടെ കഴുത്തിന് കയറി പിടിച്ച സാബുമോനെ ഇവിടെ കൊട്ടി ആഘോഷിച്ച് മലയാളി ക്രൗഡ്, അതേ ക്രൗഡാണോ ഇന്ന് ഈ ഷോ കാണുന്നത്? പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അവിടെ പിടിക്കുന്നത് തെറ്റാണ് ഷോനകത്ത്. ഫിസിക്കൽ അറ്റാക്ക് ഇതിന്റെ പകുതി ചെയ്ത ആളാണ് ആര്? സാബുമോൻ അന്ന് അങ്ങനെ ചെയ്തു. പക്ഷെ ഹിമ മനപ്പൂർവ്വം പുറകെ നടന്ന് ഉദ്രവിച്ചിട്ടാ. അങ്ങനെ ചെയ്യാൻ പുറകെ നടന്ന് ഉദ്രവിച്ചിട്ട് ഒരു മൊമെന്റിൽ അയാൾ ക്ഷമ കെടുന്ന ഒരു സമയത്താണ്. അതേപോലെ തന്നെ ആ സമയത്ത് ലൈവ് ഇല്ല, നമ്മൾ കാണിച്ച വിഷ്വലും മാത്രമേ നമ്മൾ കണ്ടത് നടന്നില്ല എന്ന് ഞാൻ പറയുന്നു. കണ്ടതിന് മുന്നിലും പിന്നിലും കാര്യങ്ങളുണ്ട്. കണ്ടത് നടന്നു, പക്ഷെ മുന്നിലും പിന്നിലും വേറെ കാര്യങ്ങളുണ്ട്. മലയാളികൾ കണ്ടതാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ലൈവ് ഉൾപ്പെടെ ആൾക്കാർ കാണുന്നുണ്ട്. ചെയ്തു ഷാനവാസിനെ. കഴിഞ്ഞ ദിവസം ചെയ്തതോ? അയാള് ഒരു ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിക്ക് അയാൾക്ക് ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തി അയാൾ ചെയ്തു. ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി ആ സ്മോക്കിംഗ് ഏരിയന്റെ ചുറ്റുകടന്ന് നിൽക്കുന്നുണ്ടോ? ശരി, അത് പോക്കോട്ടെ. ഒരു ചോദ്യം ഇപ്പൊ പറഞ്ഞെന്താ? ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിക്ക് ശ്വാസം മുട്ടുന്ന രീതി, ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി ആ സ്മോക്കിംഗ് ഏരിയന്റെ അടക്കം ചുറ്റും, ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ? വ്യക്തിപരമായിട്ടൊരു കാര്യം വരുമ്പോ സ്മോക്കിംഗ് ഏരിയന്റെ ഉള്ളിൽ പോയി പുക കൊള്ളുന്നത് ശ്വാസം മുട്ടലല്ല. അത് അയാള് തീരുമാനിക്കണേ. ഇത് പക്ഷെ അയാള് ഇത് അറ്റാക്ക് ചെയ്യാ ചെയ്യണേ. ഞാൻ പറയട്ടെ, ഇതേ അറ്റാക്ക് ഷാനവാസ് അവിടെ പോയി ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കുന്നുണ്ടോ? ബുള്ളിങ് ഉണ്ടോ? അയാൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അയാൾക്ക് പോയിട്ട് കൈത്തെ പിടിക്കാനോ അടി കൊടുക്കാനോ പറ്റുമോ? അപ്പൊ സെയിം ഇവനോ ചെയ്തിട്ടില്ല. ഇവൻ ആരാണ് ഫസ്റ്റ് ഇവന്റെ സാധനം പിടിച്ചു വലിച്ച്? ഷാനവാസാണ് പിടിച്ചു വലിച്ച്. പക്ഷെ ഷാനവാസിന് ഹിമേന്റെ കേസിൽ എന്താ പറഞ്ഞു? ഒരു തള്ളിട്ടുണ്ട്. ഹിമേന്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, മുന്നിലും പിന്നിലും എന്താ സംഭവിച്ചത്? പിന്നാലെ നടന്ന് പ്രവോക്ക് ചെയ്തുകൊണ്ടാണ് സാബു പിന്നെ സിമ്പിൾ ചോദ്യം, നിവിൻ അവിടുന്ന് ഈ സാധനം പിടിച്ചു പോകുമ്പോ വെറുതെ പോണു ഇങ്ങോട്ട് പാടാറിന് പിടിച്ചു വലിച്ചു പൊട്ടിച്ചു. വേറൊരു കാര്യമുണ്ട്, ഈ നിവിന്റെ കേസില് ചൊറിഞ്ഞു വഴക്കുണ്ട് സ്റ്റാർട്ട് ചെയ്തത് നിവിനാ, അല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ പാത്രം ആര്യനാണ് സ്റ്റാർട്ട് ചെയ്തത്. ആര്യൻ സ്റ്റാർട്ട് ചെയ്തു, നിവിൻ ഏറ്റുപിടിച്ചു. ഷാനവാസ് ഏറ്റുപിടിച്ചു. അത് ഇവക്ക് വേണ്ടി അനുമോക്ക് വേണ്ടി ഏറ്റെടുത്തു. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് നിവിൻ, ഞാൻ ഒരു തള്ളി എന്ന് പറയുന്നുണ്ട്. പാലിന്റെ പാക്കറ്റ് എടുത്ത് എറിഞ്ഞു. ഒരു ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരാൾക്ക് ഞാൻ പറയാം, അയാൾക്ക് ആ സിറ്റുവേഷൻ വരാനുള്ള 2 റീസൺ ഉള്ളൂ. ഒന്ന്, അയാൾക്ക് പാനിക് അറ്റാക്ക് ആണ്. ഓക്കെ. രണ്ടാമത്തെ റീസൺ, ബിഗ് ബോസിന്റെ ക്രൂ എനിക്കറിയില്ല അവരിത് മോണിറ്റർ ചെയ്യണ്ടോ ഇല്ല എന്നുള്ളത്. ഒരു ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരാൾക്ക് ആ വേദനയിൽ അയാളെ വീഴണമെന്നുണ്ടെങ്കിൽ ദിവസങ്ങളോളം അയാൾക്ക് ആ വേദന അവിടെ തുടങ്ങിയിട്ടുണ്ടാവും. അയാൾ പുറത്ത് പറയണ്ടായിരിക്കും. TTF തുടങ്ങിയ സമയത്ത് ഞാൻ പറയാം, TTF തുടങ്ങിയ സമയത്ത്
ഒരു അറ്റാക്ക് വന്ന ഒരാൾ, അയാൾക്ക് മേജർ അറ്റാക്കാണ്. അയാൾക്ക് അറ്റാക്ക് വരുമ്പോൾ അയാൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ നംനെസ്സാണ്. ശരീരത്തിൽ നംനെസ് വരും. അവിടെ കൊടുത്ത എൻഡ്യൂറൻസ് ടാസ്ക് മൊത്തം കൈ ബേസ് ചെയ്തിട്ടുള്ള, എല്ലാം ഇങ്ങനെ വെച്ച് ഇങ്ങനത്തെ സാധനങ്ങളാണ്. ആ ടാസ്ക് ഒക്കെ ആര് മാറി നിന്നിട്ടുണ്ട്? ഫസ്റ്റ് അയാൾ തന്നെ ഔട്ടായി അയാൾ മാറി നിന്നിട്ടുണ്ട്. അയാൾ ബെഡ് പോയി കിടക്കുന്ന ഒരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലൈവില്? ഇവിടെയൊക്കെ മസാജ് ചെയ്യിച്ചിട്ടാണ് അയാൾ കിടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ഞാൻ പറഞ്ഞില്ല, 2-3 ദിവസമായിട്ട് ഈസ് നോട്ട് വെൽ. അയാൾ പറഞ്ഞു കാണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അയാൾക്കത് പ്രഷർ കയറിയപ്പോൾ പാനിക് അറ്റാക്ക്. പാനിക് എങ്ങനെയാ വരുന്നത് അറിയോ? ഇവർ കാണുന്നത് നിവിനെ അറ്റാക്ക് ചെയ്യുന്ന ആരെയാ? അനുമോളെയാണ്. ഒരിക്കലും ഷാനവാസ് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇവന്റെ മേത്തേക്ക് സാധനം വലിച്ചെറിയുന്നുള്ളത്. അയാൾ അവിടെ സത്യത്തിൽ ഭയങ്കര പ്രഷർ ഷൂട്ട് ചെയ്തിട്ട് വീണതാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഞാനാണ് ഷാനവാസിന്റെ സ്ഥാനത്ത്, ഒരാൾ പ്രതീക്ഷിക്കാതെ എന്നെ അറ്റാക്ക് ചെയ്താൽ എനിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാം. പാനിക് അറ്റാക്ക്, ഹാർട്ട് അറ്റാക്ക് ഉള്ള ആൾക്ക് മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളതില്ലല്ലോ. പാനിക് അറ്റാക്ക് വന്ന ഒരാള് ഓക്കെ ആ സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കാന്നുണ്ട്. ഇപ്പൊ നോർമൽ ആയിട്ട് സിമിക്ക് പാനിക് അറ്റാക്ക് ഇല്ലാത്ത ഒരാളാണ്. പാനിക് അറ്റാക്കിനെ കുറിച്ച് അറിയില്ല. സിമി പോയി കച്ചറ ഉണ്ടാക്കും. ഇയാൾക്ക് അറിയാം ഇയാളുടെ ഹാർട്ടിന്റെ അവസ്ഥ എന്താ. ഫസ്റ്റ് ആഴ്ചയിൽ ഷാനവാസിന്റെ വൈഫ് അവിടെ വിളിച്ചിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി. ഇയാൾ പുറത്ത് കിടന്നിട്ട് നെഞ്ചുവേദന, എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞാൽ പുറത്ത് ഇത് കൊണ്ടുപോയിക്കുന്ന ടാസ്ക് വന്നപ്പോ ഇവര് ഭയങ്കര സീൻ ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ലാലേട്ടൻ ഷാനവാസിന് വീട്ടുകാരെ കണക്ട് ചെയ്ത് ആ ഒരു പരിപാടി വന്നു. അന്ന് എന്താ ചോദിച്ചേ? ആർ യു ഓക്കെ? ഇയാൾക്ക് അറിയാം ഇയാളുടെ ലിമിറ്റേഷൻസ് ഇയാൾക്ക് അറിയാം. അപ്പൊ ഇയാൾ എന്ത് ചെയ്യരുത്. ഇത് ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ സീസണിൽ പറയുന്നുണ്ട്. സംസാരിച്ച് തുടങ്ങിയാൽ ഷാനവാസ് എന്ന മത്സരാർത്ഥിയെ എന്തിനാ അവിടെ കൊണ്ടുപോയെന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും. ഷാനവാസ് പോയതാണ്. ഇപ്പൊ ഞാൻ ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ടുള്ളതാണ്, ലോ ഷുഗർ ആയിരിക്കും. ഞാൻ ബിഗ് ബോസിന് ഇതിന്റെ എല്ലാ ടെസ്റ്റും എഴുതി കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ കാണും. ഇത് ഫേക്ക് ചെയ്ത് പോകുന്നവരുണ്ട്. ക്ലിയർ കട്ടായിട്ട് പറയുന്നു, മെഡിക്കൽ മൊത്തം ഫേക്ക് ചെയ്ത് പോകുന്നവരുണ്ട്. ബിഗ് ബോസിന്റെ ടീം സത്യത്തിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കണ്ടസ്റ്റന്റിനെ എടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ അവരെടുക്കണം. മെഡിക്കൽ ഹിസ്റ്ററി ബിഗ് ബോസിന്റെ ടീം ചെക്ക് ചെയ്യണം. കാരണം പ്രീവിയസ് സീസണിലും ഒക്കെ ഈ മെഡിക്കൽ സിറ്റുവേഷൻസ് മറച്ചു വെച്ച് പോകുന്നവരുണ്ട്. അപ്പൊ ഷാനവാസിന്റെ അടുത്ത് ഈ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ മെഡിസിൻ അടക്കം എല്ലാം ഷാനവാസ് കൊടുത്തു കാണും. ടീമിനെ അയാൾ കൺവിൻസ് ചെയ്തും കാണും. ഏത് ഇപ്പൊ ഹാർട്ടിന് അത്രയും പ്രോബ്ലം ഉള്ള ഒരാളാവുമ്പോൾ ഫസ്റ്റ് കാര്യം ഇങ്ങനെ നമുക്ക് പിടുത്തം കിട്ടറിയാം. ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന പോലെ കിതപ്പില്ലാതെ സംസാരിക്കാൻ ഷാനവാസിനെ കൊണ്ട് പറ്റില്ല. ഇന്റർവ്യൂ മണിക്കൂറുകളുള്ള ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂവിൽ ഒരു കിതപ്പെങ്കിലും അയാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ നോട്ടീസ് ചെയ്ത് കാണും, ചോദിച്ചു കാണും. ചോദിക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞിട്ടുണ്ടാവും എന്ത്, ഞാൻ ഹാൻഡിൽ ചെയ്യാം, എനിക്ക് പ്രശ്നമില്ല. ബിഗ് ബോസിന് നല്ല അടിപൊളി മെഡിക്കൽ ടീമുണ്ട്. അവരവിടെ ഫുൾ 24/7 അവരുള്ള ടീമാണ്. ഇയാളെ ഉള്ളിൽ കൊണ്ടുവന്നാലും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ കൊണ്ടുവരും. ഇതിന് മുമ്പും ഹാർട്ടിന് ഇഷ്യൂ ഉള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ അറിവിലില്ല, നിങ്ങളുടെ അറിവിലുണ്ട്. അങ്ങനെ ഹൈഡ് ചെയ്ത് പോകാൻ പറ്റുമോ? ഹൈഡ് ചെയ്തിട്ടല്ല, അവര് പറയില്ല. ഇതേപോലെ സിറ്റുവേഷൻ വന്നിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. ഹാർട്ടിന് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 20 വയസ്സും 15 വയസ്സും അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇതുപോലെ ഒരു വലിയ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഷാനവാസ് മാനേജ് ചെയ്ത് പോവാന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാലും ഇപ്പം നിലവിൽ ഹോസ്പിറ്റലിലാണ്. കറന്റ് സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞിട്ടില്ല. മീൻസ് ഒബ്സർവേഷൻ ആണെങ്കിലും എന്താണ് നമുക്കറിയില്ല, നമ്മൾ ആരും അവിടെ ഇല്ല. ഇയാൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചാൽ ആരെ ഏറ്റെടുക്കും? ബിഗ് ബോസിന്റെ ടീം തന്നെ ഏറ്റെടുക്കും. അത് ബിഗ് ബോസിന്റെ ടീം ഏറ്റെടുക്കും വേണ്ടട്ടോ. കാരണം ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എഴുതി കൊടുക്കുമ്പോ നമ്മൾ നോക്കുന്ന കുറെ കാര്യമുണ്ട്. നമ്മൾ ഇതൊക്കെ മറച്ചു വെച്ച് പോയാൽ നമുക്ക് തന്നെയാ പണി. ഈ പറഞ്ഞിട്ട് പോയാലും നമുക്കാ പണി. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ അവര് വളരെ ക്ലിയർ ആണ്. വയ്യായിക ആണ് ഇവിടെ പറയുന്നേ. അവര് അഭിനയൊന്നും പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ പിടിക്കാൻ വരുന്നുള്ള ചോദ്യമാണ്. അപ്പൊ അത് കണ്ടന്റ് ആക്കല്ലേ ഞാൻ ചോദിക്കുന്നത്. ഒരാള് നിലത്ത് വീണ് കിടക്കുക, അത്രയും ബുദ്ധിയിലും അനുമോള് ചിന്തിക്കും തോന്നുന്നുണ്ടോ? അനുമോള് ചിന്തിക്കും അത്രയും ബുദ്ധിയില്. രാത്രി വെള്ളം ഒഴിച്ച ബെഡില് അവിടെ 10 പേരുള്ള സമയത്ത് ബാക്കി ബെഡ് മാറി കിടക്കുമ്പോ, ബാക്കി ബെഡ് അവൈലബിൾ ആവുമ്പോ ആ ബെഡിൽ കിടക്കാതെ ഒരു സോഫയുടെ കോർണറിൽ സൈഡിൽ കിടക്കാൻ പറ്റിയ അനുമോൾക്ക് ബുദ്ധിയുണ്ടോ? പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അനുമോള് കിടന്ന സ്ഥലത്ത് മേളില് ക്യാമറ ഇല്ല, വൈഡെന്ന് സൂം ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. സായിക്ക് തോന്നുന്നുണ്ടോ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടാണ് അനുമോൾ അതിന്റെ അടിയിൽ പോയി കിടന്നത്? അല്ല, അത് വേറൊരു ക്വസ്റ്റ്യൻ. പക്ഷെ ക്യാമറ സ്പേസിന് വേണ്ടി മാത്രമാണ് അവിടെ പോയി കിടക്കുന്നത് വിശ്വസിക്കുന്നുണ്ട്. കാരണം അത്രയും കൺജസ്റ്റഡ് ആയ ഒരു ചെറിയ സ്ഥലത്ത് പോയിട്ട് അനുമോള് കിടന്നിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് വോട്ട് ചെയ്യാൻ ആളുണ്ടെന്ന് അനുമോൾക്ക് അറിയാം. ശരി, അനുമോള് കിടന്നത് തെറ്റെന്ന് വെച്ചോ, നിവിൻ ചെയ്തതിനെ ന്യായീകരിക്കുന്നുണ്ടോ?
എന്താ പ്രശ്നം? നിവിൻ ബെഡിൽ കൊണ്ട് വെള്ളം ഒഴിച്ചതിന് ന്യായീകരിക്കുന്നുണ്ടോ? ക്യാപ്റ്റനാണ്, ഓക്കെ, എല്ലാരും പോയി കിടന്നു. അക്ബറിനോട് ആദില കൺഫസ് ചെയ്യുന്നുണ്ട്, അക്ബർ കിടന്ന സമയത്ത് ആദില മുഖത്ത് വെള്ളം തളിക്കുന്നുണ്ട്. അതെ, അത് ഫണ്ണി ആയിട്ട് ചെയ്താ. ഇത് ഞാൻ പറഞ്ഞുതരാ, എല്ലാരും പോയി കിടക്കുന്നു. ഇവൻ ഓൾറെഡി ഇവളോട് ദേഷ്യമുണ്ട്. ഇങ്ങനെയാണ് ആദ്യം വെള്ളം തളിച്ചത്, അതെ അല്ലേ? അത് കഴിഞ്ഞിട്ട് അനുമോള് തിരിച്ചെന്താ ചെയ്തത്? ഒരു കുപ്പി വെള്ളം ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി മേത്ത് വെച്ചിരിക്കുമ്പോ തലയിൽ കൂടി കൊണ്ടുപോയി വെള്ളം കമത്തി. തിരിച്ച് നെവിൻ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് അനുമോളെ തലയിൽ ഒഴിച്ചെന്നുണ്ടെങ്കിൽ പറയുന്നത് ന്യായമാണ്. പകരം ചെയ്തെന്താ? ബെഡിലാണ് ഒഴിച്ചത്, പക്ഷെ അവർക്ക് അവിടെ വൈകിട്ട് കിടക്കാനുള്ളതാ. കുപ്പിയിൽ ഒഴിച്ചാ പോരായിരുന്നു. 10 പേരുള്ള ബിഗ് ബോസ് ഹൗസിനകത്ത് 20 പേർക്ക് കിടക്കുന്ന ബെഡുകളുണ്ട്. ബിഗ് ബോസ് ഒരു ബെഡും കൊണ്ടുപോകില്ല. അവിടെ ഉണ്ട് ഒരു ബെഡിൽ വെള്ളം ഒഴിച്ചാ ആ സാധനം എടുത്ത് മാറ്റി അപ്പുറത്തെ ബെഡ് എടുത്ത് വെക്കാം. അതിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യമാണ്, അനുമോൾ ഇച്ചിരി ഹൈജീന്റെ ആളാണ്. ഹൈജീനാ? ഞാൻ ഇന്നിപ്പോ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അല്ല, കൂമ്പാരക്കണക്കിതാ ഇത്ര ഹൈറ്റിന് ഡ്രസ് അവിടെ വെച്ചിട്ടുണ്ട് ഹൈജീൻ. അന്നേരം വേറൊരു കാര്യമുണ്ട്, അവിടെ ഒന്നും വെക്കാനായിട്ട് ഇടയില്ല. അനുമോൾക്ക് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ലല്ല, നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ് ബിഗ് ബോസിൽ വെക്കാനല്ല എന്നുള്ളത്. ഓരോ കണ്ടസ്റ്റന്റിനും ഡ്രസ്സ് വെക്കാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ക്യാബിൻ തിരിച്ച ബെഡുകളാണ് നമുക്ക് തരും. അത് ഇങ്ങനെ വലിച്ചെടുക്കുന്നതല്ലേ? 100 ദിവസത്തേക്കുള്ള ഡ്രസ്സ് വേണമെങ്കിൽ ഒരാൾക്ക് കയറി കിടക്കാം. അത്രയും വലുപ്പമുള്ള ബെഡിന്റെ ഡ്രോയർ അതിനകത്ത്. അതിന് വെക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ സമ്മതിച്ചില്ല. അതിൽ സുഖമായിട്ട് തുണി വെക്കാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരാള് ഹൈറ്റിന് തുണി കൂട്ടിയിട്ടുണ്ട്. എന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല, അത് വേറെ ഒരു തരത്തിലും കൂടി ചിന്തിക്കാം. ടിക്കറ്റ് ടു ഫിനാലെ നടക്കാണ്, എല്ലാവരും ടയേർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പം തുണി പിന്നീട് അലക്കാൻ കരുതിയിട്ട് മാറ്റി വെച്ചതായിരിക്കാം. അല്ല, അനുമോള് കഴിയിട്ടുണ്ടാവില്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അനുമോളാണ് അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഹൈജീൻ നോക്കുന്നവരാണ്. അതെ, അനുമോൾ ഹൈജീൻ നോക്കുന്ന വ്യക്തി. ചിലപ്പോ ഈ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ചെയ്യാത്താണെങ്കിലോ, അവർക്ക് ഒന്ന് പീരീഡ്സിന്റെ പ്രശ്നം വരുന്നുണ്ട്. ടാസ്കിന്റെ കാര്യമല്ല, ഒന്ന് പീരീഡ്സിന്റെ പ്രശ്നം പറയുന്നുണ്ട്. രണ്ടാമത്തത് അനുമോൾ എല്ലാത്തിനും ജയിച്ചില്ലെങ്കിലും ചിലതൊക്കെ സെക്കൻഡും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഡ്രസ് അലക്കണ്ട, വലിയ ഡ്രോയർ ആണല്ലോ, അനുമോൾ ഒറ്റയ്ക്കാണല്ലോ കിടക്കുന്നത്. അപ്പൊ ആ ബെഡിന്റെ ഫുൾ ഡ്രോയറാണ്, അതിനകത്ത് വേറെ ആർക്കും ഷെയർ ഇല്ല. അരക്കാനുള്ള ഡ്രസ്സ് ഒരു സൈഡിലും, ഞാൻ അങ്ങനെ വെച്ചിരുന്നു, അലക്കാനുള്ള ഡ്രസ്സ് ഒരു സൈഡിലും, ഇല്ലാത്ത ഡ്രസ്സ് വേറെ സൈഡിലും ക്ലീൻ ആയിട്ട് വെക്കാം. അത് വേറെ കൂമ്പാരം കൂട്ടിട്ട് ഹൈജീൻ. അപ്പൊ അങ്ങനെ ഹൈജീനെ പറ്റി സംസാരിക്കുകയാണ്. ഇത് എന്തുകൊണ്ട് വെച്ചു അനുമോൾ ഇറങ്ങി വരുമ്പോഴേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അനുമോൾ പറഞ്ഞു ഈ ഹൈജീന്റെ കാര്യമല്ലേ പറഞ്ഞു, ബെഡിൽ വെള്ളം ഒഴിച്ച ഹൈജീൻ. ബിഗ് ബോസിനകത്ത് എല്ലാ ലാലേട്ടൻ വേറൊരാൾ കിടന്ന ബെഡ് ഞാൻ പറഞ്ഞു, അതിന് ഉത്തരം പറഞ്ഞു. എല്ലാ ലാലേട്ടൻ എപ്പിസോഡിന്റെ മുമ്പും നമ്മളെ ഒരു 45 മിനിറ്റ് 1 മണിക്കൂർ ഇവര് വീടിന്റെ പുറത്തിരുത്തും. ബിഗ് ബോസിന്റെ എൻറ്റയർ ക്രൂ അകത്ത് വരും, വാക്വം ക്ലീനർ വെച്ച് ബെഡ് അടക്കം എല്ലാ സാധനങ്ങളും അവര് വാഷ് ചെയ്യും. അവര് വൃത്തിയാക്കും. അവര് വൃത്തിയാക്കിയതിനു ശേഷമാണ് അവരെന്ത് ചെയ്യുക, എപ്പിസോഡ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ തന്നെ ഇട്ടു, നമ്മളെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ടാവും, ബെഡ് അവര് മേക്ക് ചെയ്യും, എല്ലാം ചെയ്യും. അങ്ങനെയുള്ളൊരു ലൈവിൽ അത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്ത് ഹൈജീൻ ഇഷ്യൂടുള്ള? അല്ല, അത് ഓരോരുത്തരുടെ മൈൻഡ് അല്ലേ. അവള് അങ്ങനെയാണ് വിചാരിക്കുന്നത്, എനിക്ക് അതിൽ കിടക്കാൻ പറ്റില്ല എന്നുള്ളത് വിചാരിച്ചാണ്. ബെഡ് എടുത്ത് കൊണ്ടുപോയപ്പോഴേ അവിടുന്ന് വെള്ളം മാറ്റിട്ട് അനീഷ് വേറെ ബെഡ് തരാൻ ഇവിടെ കിടക്കട്ടെ ചേട്ടാ, നാട്ടുകാര് കാണട്ടെ. അവിടെ അനുമോള് കളിച്ചു, അത്രമാത്രം പറഞ്ഞത്. അനുമോൾ ഞാൻ പറയുന്നത്, ഞാൻ പൂർണ്ണമായിട്ടും അനുമോളെയോ ഷാനവാസിനെയോ നിവിനെയോ ഒന്നും സപ്പോർട്ട് ചെയ്യോ അവരെ എഗൻസ്റ്റ് ചെയ്യോ ചെയ്യുന്നതല്ല. ഞാൻ പ്യുവർ ഗെയിമാ പറയുന്നത്. ഇവര് കളിക്കുന്നത് ഇങ്ങനത്തെ നാറി കളിയാ. ഈ നാറി കളി എന്തിനാ കളിക്കുന്നതെന്ന് അറിയോ? PR പുറത്ത് ഇട്ട് കൊടുക്കാനാണ്. ഈ കണ്ടന്റുകൾ പുറത്തു കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യും, സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുക. നല്ല കളിയാ, ബ്രില്യൻ ഗെയിം. അനുമോൾക്ക് കപ്പും കൊടുത്തു, എനിക്ക് ഒരു പ്രശ്നമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ, കാരണം കണ്ടന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. അല്ല, പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഇത്രയും പൈസ തന്നു ഇവിടെ കൊണ്ടുവന്നല്ലേ, എനിക്ക് കണ്ടന്റ് കൊടുക്കണം എന്നുള്ള ഉത്തരവാദിത്തം. ഞാൻ മോശം പറയുന്നില്ല, നല്ല കാര്യം. കാരണം അനുമോള് കപ്പടിച്ചുള്ള സുഖം എന്താ അറിയോ, പുറത്തൊരു മാസം വീണ്ടും കണ്ടന്റ് കിട്ടും. തീർച്ചയായിട്ടും ഓൺലൈൻ മീഡിയാസിനൊക്കെ ആഘോഷിക്കാൻ മാത്രമുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് അതൊരു സമാധാനമുണ്ട്, വേറെ ആർക്കും കിട്ടിയാൽ അത് കിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ നമ്മൾ തർക്കിച്ചാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കത്തുള്ളത് എനിക്കറിയാം. തർക്കത്തിന്റെ കേസല്ല, ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഞാന് ആദില നോറയെ നല്ല സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടാൽ മതി. ലക്ഷ്മിയുടെ കേസൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആര്യന്റെ എതിരൊക്കെ അടിച്ച കാർഡ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. അല്ല, അതിനകത്ത് ഒരു ആണിനെ വിളിക്കുക,
ഞാൻ ചോദിക്കട്ടെ, ഒരു ആണിനെ സായിന് എത്ര പേര് വിളിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ കളിച്ചോണ്ടിരുന്നപ്പോ? വിളിക്കും. ഞാൻ പറയുന്നത് അത് എന്തിനു വിളിക്കണം? എന്റെ ചോദ്യം എന്താ അറിയോ, ആണിനെ പാൽക്കുപ്പി എന്ന് വിളിക്കുന്നു, ആണുങ്ങൾ തിരിച്ചൊന്നും പറയുന്നില്ല, പേടിയുണ്ടാ പറയാൻ. തിരിച്ച് ഇന്നലെ ആദിലിനോട് പറഞ്ഞപ്പോ ആദില പറഞ്ഞ ഡയലോഗ് എന്താ അറിയോ, ഫ്രിഡ്ജിനകത്ത് എന്ന് പറയുന്നുണ്ട് പാല്. ഇവളെന്താ ചോദിച്ചാൽ ആദിലെന്താ ചോദിച്ചാൽ നോ, എന്താ പറഞ്ഞറിയോ, കൃത്യമായിട്ട് ആര്യം പറഞ്ഞത് പാൽക്കുപ്പി എന്ന് വിളിച്ചപ്പോ എന്നാ പാല് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇപ്പൊ പാല് തരുമെന്ന് ചോദിച്ചു. അതിൽ ഇവള് പറഞ്ഞു അവിടെ എനിക്ക് അത് കംപ്ലീറ്റ് നിങ്ങൾ കാണണം, ഞാൻ സ്ലോ അടിച്ച് കണ്ട ഒരാളാ. പാൽക്കുപ്പി എന്ന് വിളിച്ചു, പാല് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അനുമോളുടെ വക സെർലാക്ക് കയറാം, തിരിച്ച അനുമോള്. അപ്പൊ ഇവൻ പറഞ്ഞു പാല് ഫ്രിഡ്ജിലുണ്ടെന്ന് പറഞ്ഞു. നേരെ ആദില, എനിക്ക് പശുവും പാല് വേണമെന്ന് വെച്ചു. ഇവൻ പറഞ്ഞു എന്തിനു പശുവും പാല് ഫ്രിഡ്ജിലുണ്ടെന്ന്. അപ്പൊ നിനക്ക് പശുവിന്റെ പാല് വേണ്ടേ, നിനക്ക് എന്ത് പാലാ വേണ്ടേ? അതിൽ നെവിൻ ചിരിച്ചു, നെവിന് കത്തി. ഈ എൻറ്റയർ സീസണിൽ ആദിലും നോറയും അനുമോളും തമ്മിലുള്ള ലൈവിലെ കോൺവെർസേഷൻ നിങ്ങളുടെ അടുത്ത് കേൾക്കണം. ഫുള്ള് ഈ പറഞ്ഞ പോലെ ഡബിൾ മീനിങ്. ആ കോൺവെർസേഷൻ കൊണ്ടാണല്ലോ അവർക്ക് പട്ടായ ഗേൾസ് എന്നുള്ള പേര് വന്നത് തന്നെ. ഡബിൾ മീനിങ്. നെവിൻ ഈ കാര്യം കത്തി. നെവിൻ ആര്യം നോക്കിയപ്പോ ആരും സംഗതി മനസ്സിലായി, ഇത് പണി വാളും. ആരും ഉണ്ടാതിരുന്നു. അവിടുന്ന് നീച്ചു പോയ ആദില രാത്രി നെക്സ്റ്റ് അതിന് തലേ ദിവസം നടന്ന മറ്റേ ടാസ്കിനിടയിൽ ആര്യൻ നൂറയുടെ നേവല് നോക്കി എന്തോ കാണിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. നൂറയ്ക്ക് വരെ അത് വിഷയമല്ല. നൂറ വളരെ ചിരിച്ചിട്ടാണ് ആരോട് പറയുന്നത്, അനുവിനോട് പറയുന്നത്. ആദിലേക്ക് അത് പ്രൊവോക്കിംഗ് ആയി. അതെന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ സായി? അവര് പാർട്ട്നേഴ്സ് അല്ലേ? നോ, പാർട്ട്നേഴ്സ് ആണെങ്കിൽ ആ പറഞ്ഞ ദിവസം ചോദിച്ചോ? അല്ല, പറഞ്ഞ ദിവസം പറഞ്ഞില്ല. ആദ്യത്തെ ദിവസം പറഞ്ഞില്ല. പറഞ്ഞു. നൂറ ആദിലിനോട് പറഞ്ഞ കാര്യം ആദിൽ എന്താ അറിയോ അനുമോളോട് പറഞ്ഞ, ഞാൻ ഇപ്പൊ ഇതിവിടെ പറയാൻ കാരണം അവൻ അവിടെ ഇരുന്ന് പാലിന്റെ വർത്താനം പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് പൊളിഞ്ഞു. പാലിന്റെ വർത്താനം വരുമ്പോൾ ഞാനും സ്നേഹിയും പാർട്ട്നേഴ്സാണ്. സ്നേഹം എന്നോട് വന്ന് നോക്കിയിട്ട് പറയാണ്, എടാ അവിടെ നിന്നിട്ട് മറ്റവന്റെ അവിടെ നോക്കി, എന്റെ സാരി മാറിയപ്പോ എന്റെ വയറിന് നോക്കി. ഞാൻ ആ സ്പോട്ടിൽ പോയി ചോദിക്കും. അവിടെ ആദ്യം ചെയ്തത് ആര്യനോട് ചോദിച്ചിട്ടില്ല എന്നുള്ള വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവര്. വേറെ കാര്യം, നൂറയ്ക്ക് ഇത് ഇത്ര ഒഫൻസീവ് ആണെങ്കിൽ നൂറയുടെ ക്യാരക്ടർ വെച്ച് പറയാം, സ്പോട്ടിൽ നൂറ മറ്റേ കോഴിക്കോടൻ ഭാഷയിൽ ഇതെന്താ നായ വേണ്ടെന്ന് ചോദിക്കും. ഓക്കെ, പക്ഷെ അതിനകത്ത് ആദിലെയും നൂറയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണല്ലോ സായി. അല്ല, ഇതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല. വേറൊരു ക്വസ്റ്റിലേക്ക് ഞാൻ എത്തിക്കാനാണ് ചോദിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന വെക്കുക, എപ്പോഴെങ്കിലും ഏതെങ്കിലും മൂമെന്റിൽ നൂറയ്ക്ക് ഒരു ബോയോട് ഒരു ഇഷ്ടം തോന്നുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ ഒരു ബോയോട് അവൾക്ക് തോന്നിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ആര്യനോടാണെങ്കിലും ആദിലയ്ക്ക് അല്ലെങ്കിൽ നൂറയിലാണല്ലോ പറഞ്ഞത്, വിഷയമുണ്ടെങ്കിൽ സാധാരണ ഇങ്ങനെ നൂറ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്പോട്ട് ചോദിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെ മിണ്ടാതെ നിന്ന് തിരിച്ച് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പാർട്ട്ണറോട് പറയുന്നേ. അപ്പൊ ആ ഗ്യാപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ ഒരു കാര്യം പറയാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കപ്പിളാവുമ്പോ രണ്ട് രീതിക്ക് കാര്യങ്ങൾ പോവാം. ഒന്ന്, ഒരു ഭാര്യ ഭർത്താവിനോട് പോയിട്ട് ചിലപ്പോൾ ഭർത്താവിനൊന്ന് പൊസസീവ് ആക്കാൻ വേണ്ടിയിട്ട് പറയും. ഏത് അവൻ എന്നെ ഒന്ന് നോക്കി ഇഷ്ടം പോലെ പറയാറുണ്ട്. എന്റെ ഭാര്യയ്ക്ക് എന്നോട് പറയാറുണ്ട്, എനിക്ക് പൊസസീവ് അടിക്കാറുണ്ട്. ഞാൻ സ്നേഹനോട് പറയാറുണ്ട്, ഏത് നടന്നു പോകുമ്പോ ആ പെണ്ണിനെ നോക്കുന്നുണ്ട്, ഒരു സ്നേഹം നോക്കണം, അതൊരു സുഖമാണ് നമുക്ക്. അത് ഇല്ലാതെ ആരും പറഞ്ഞു നോ പറയാൻ പറ്റില്ല, അത് നമ്മൾ പറയും. ഇങ്ങനെ ഒരു ഐറ്റം നൂറ ആദിലിനോട് പറഞ്ഞതാണെങ്കിൽ ആദിലവിടെ പൊസസീവ് ആയി. ഓക്കെ, നൂറ കൃത്യമായി ആദിലിനോട് പറയുന്നുണ്ട്, ബേബി ഇത് മോശമാണ്, ഇത് റോങ് ആയിട്ട് പുറത്തു പോകും, നീ ഈ സാധനം ഇങ്ങനെ പറയരുത്. പൊസസീവ് ആകുമ്പോൾ എന്ത് വിളിച്ചു പറയും പറയാൻ പറ്റില്ല. ഇതേ ആര്യനെ കുറിച്ച് നൂറ പറഞ്ഞിട്ടുണ്ട്, എന്റെ സ്വന്തം അനിയനെ പോലെ. ഇവൻ ഈ ADHD കാര്യം അവിടെ പറയുന്നുണ്ട്. ഏത് ഇവൻ ഈ പൊട്ടിത്തെറിച്ച് ഇവൻ ADHD ഉള്ളതാണ്. അപ്പൊ ഷാനവാസിന് ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇവനും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് നൂറയ്ക്ക് അറിയാം എന്ത് ഇത് ആദില ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് പുറത്ത് നെഗടിക്കുന്നു. നൂറ ആ കോൺവെർസേഷൻ കട്ട് ചെയ്താണ്. അത് സെൻസിബിൾ സാധനമാണ് നൂറ ചെയ്തത്. പക്ഷെ ആദിലയ്ക്ക് അവിടുന്ന് കയ്യിന്ന് പോയി. ആദിലയുടെ മൈൻഡിൽ എന്താ, ഇത് മറ്റവും പോയിന്റെ കാര്യം പറയുന്നു, ഇതാണ് ആദിലയുടെ സീന്. ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം, ഇതിനകത്ത് നൂറയ്ക്ക് വേറൊരു ആൺകുട്ടിയോട് അത് ഏത് മൊമെന്റിൽ നിങ്ങൾക്ക് തോന്നി? എനിക്ക് പല മൊമെന്റിലും തോന്നിയിട്ടുണ്ട്. ചില നോട്ടങ്ങളും ഒക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. സായിക്ക് തോന്നലല്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നൽ അങ്ങനെ ശരിയാകാം തെറ്റാകാം. അതിൽ തന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നില്ല, വാദിക്കുന്നില്ല. പക്ഷെ നൂറയുടെ ചില നോട്ടങ്ങളും ചില പെരുമാറ്റങ്ങളും എനിക്ക് അങ്ങനെ തോന്നി. ഉറപ്പില്ല. സത്യം, ഞാൻ ഒരു കാര്യം സത്യം പറയണം,
ഇവിടെ കുറെ യൂട്യൂബേഴ്സ് നൂറയ്ക്ക് ആദ്യം ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വീഡിയോ കേട്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടോണ്ടാ? അല്ല, അത് ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതോ ഡു യു തിങ്ക് നൂറ ഈസ് എ ബൈസെക്ഷൽ? എനിക്ക് അങ്ങനെ തോന്നുന്നു. തോന്നലാണ് കേട്ടോ, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. ഇത് തോന്നലോ, നമുക്ക് എന്ത് വേണേലും തോന്നാം. എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ ഈ പറയുന്ന വീഡിയോ കണ്ടിട്ടില്ല. ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരാള് ഒരിക്കലും ഇത്രയും ഒരു ടൈം ഫ്രെയിമിൽ ഇത്രയും കാലം ഒരിക്കലും ഒരു ലെസ്ബിയൻ കപ്പിളായിട്ട് ജീവിക്കില്ല. ശരി, ആകാം. എനിക്ക് ബയോളജിക്കലി ഇത് ഭയങ്കര പാടായിരിക്കാം. അല്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. ഇതെന്റെ തോന്നലാണ്. സത്യമെന്ന് ഞാൻ ഒരിടത്തും വാദിക്കുന്നില്ല. ചിലപ്പോൾ അത് എന്റെ തോന്നൽ മാത്രമായിരിക്കും. ചോദിച്ചപ്പോ ഞാൻ കുറെ എന്റെ കമന്റ് ബോക്സിൽ കണ്ടോ. പക്ഷെ ഞാൻ വീഡിയോ മാത്രമേ കാണുള്ളൂ. ഈ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ അങ്ങനത്തെ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നലെ ഇഷ്യൂനെ കുറിച്ച് അഡ്രസ് ചെയ്ത സമയത്ത് കുറെ പേര് കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, നൂറി പറഞ്ഞ പോലെ ആണുങ്ങളോട് അട്രാക്റ്റഡ് ആകുമ്പോൾ അതിലേക്ക് പ്രശ്നമാണെന്നൊക്കെ. അത് അവര് തമ്മിലുള്ള ഒരു പോസിറ്റീവ്നെസ് ആയിരിക്കും. ഇപ്പൊ അനുമോളുമായിട്ട് ഇത്ര ക്ലോസ് ആയിട്ടും ഇവര് ഗേ കപ്പിൾ ആയിരിക്കും, ലെസ്ബിയൻ കപ്പിൾ ആയിരിക്കുമ്പോൾ ഇവൻ അനുമോളോട് അടുത്ത് ഇടപഴകുമ്പോഴും ഇങ്ങനെ ഒരു സാധനം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അവർക്കത് തോന്നിയിട്ടില്ല. കപ്പിളായിരിക്കുമ്പോ വരില്ല. എങ്കിൽ പോലും അനുമോളോട് ഒരു ചെറിയ സ്നേഹം കൂടുതലുണ്ട്. ഇല്ലെന്നല്ല. അപ്പൊ പിന്നെ ആര്യനോടുള്ളതിനകത്ത് ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. ആദിലേക്ക് ദേഷ്യപ്പെട്ടത് പ്രേമം കൊണ്ടല്ല, ഇവൻ നോക്കിന്നുള്ളതുകൊണ്ടാണ്. ദേഷ്യം കൊണ്ട് പെരുമാറിയത്. നാളെ പോയിട്ട് നൂറേന്റെ അടുത്ത് മറ്റേ അനുമോള് നൂറയുടെ അനുവാദം അല്ലാതെ കെട്ടിപ്പിടിച്ച് ചുമ്മാ വെച്ചാലും അതിലേക്ക് തോന്നും. ഇത് വേറെ സാധനം. അത് വേറെ സാധനം. വേറെ വേറെ ലെവലിലേക്ക് ചർച്ച ചെയ്തു പറഞ്ഞ സംഗതി മനസ്സിലായി. കാര്യം മനസ്സിലായി. ആര്യൻ നൂറയോട് പ്രേമം എന്നുള്ള രീതിക്ക് പോയാൽ അതല്ല ആദിലയുടെ പ്രശ്നം. അവൻ പെർവേർട്ടഡ് ആയിട്ട് നോക്കി എന്നുള്ളതാണ് പ്രശ്നം. ഇവിടുത്തെ വിഷയം എന്താ പറഞ്ഞേ, ഈ പറഞ്ഞ അനുമോളും ആദിലും നോറയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പാ. അതിൽ തന്നെ ഈ അനുമോൾ ഒരു ലൈന് ക്രോസ് ചെയ്തിട്ട് നൂറേന്റെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോ അതിലേക്ക് ഇതിലേറെ പ്രൊവോക്ഡ് ആവും. അത് സ്വന്തം പാർട്ട്ണർ അടുത്തേക്ക് അവർ അഗ്രസീവ് ആയിട്ട് ചെല്ലുകയാണ്. രണ്ട് രീതിയാണ്. അപ്പൊ അത് വേറെ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലായി. ഇപ്പൊ ഇവരുടെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ വേദലക്ഷ്മി പുറത്തിറങ്ങിയതിന് ശേഷം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിനകത്ത് എല്ലാം നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു പട്ടീനെ വിളിച്ചിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നോർമലൈസ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനോട് സഹിക്കാൻ എന്താ പറയുക? കല്യാണം കഴിച്ച് ജീവിച്ചിട്ട് തന്നെ പ്രശ്നം. വേദലക്ഷ്മിക്ക് നന്നായിട്ട് അത് അറിയൂലോ. കല്യാണം കഴിഞ്ഞ് ഇപ്പൊ അത് പ്രശ്നത്തിലല്ലേ. പിന്നെ വട്ടി വേദലക്ഷ്മി പറഞ്ഞ സംഗതി ഒക്കെ ഉണ്ട്. ടൂ സ്പിരിറ്റ് പരിപാടികളൊക്കെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എക്സിസ്റ്റിംഗ് ആണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അത് ഇത്ര വൈഡ് സ്പ്രെഡ് ആയി. ഇവരെ വിചാരം എന്താ അറിയോ, ഇതെന്തോ മറ്റേ കൊറോണ മാതിരി പരക്കുന്ന ഒരു ലോജിക്ക് വേണ്ടി. ഇതങ്ങനെ മറ്റേ കൊറോണ മാതിരി പരക്കുന്ന ഒരു പാൻഡമിക് ഒന്നുമല്ല. മനസ്സിലായോ? ബയോളജിക്കലി ഒരാളുടെ മാറ്റങ്ങളാണ്. ചിലർക്ക് സംഭവിക്കും, ചിലർക്ക് സംഭവിക്കാതിരിക്കും. പിന്നെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അതിലും വലിയ ബ്ലണ്ടർ വേറല്ല. കാരണം ഇപ്പൊ മതപരമായിട്ടാണ് ആദില നോറേനെ എല്ലാരും എതിർക്കുന്നത്. എല്ലാരും എതിർക്കുന്നത് മതപരമായിട്ട്. മുസ്ലിം മതത്തിൽപ്പെട്ടവര് ഭയങ്കര എതിർപ്പാണ്. അവര് പറയുന്നത് കഴിഞ്ഞാൽ എന്ത് വരും. മുസ്ലിം മതത്തിൽ അല്ലെങ്കിലും അങ്ങനെയാ, കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ടാണ് ദേഹം മറച്ചു കിടക്കുക. ഒക്കെ കണ്ടാലോ കുഴപ്പം അവർക്ക്. ഇത്രയൊക്കെ പറയുന്ന ആളുകള് ഈ കിതാബ് കൈ പിടിച്ച് കാണിച്ചു കൊടുക്കണില്ലേ, ഇത് പറഞ്ഞു കൊടുക്കുന്നില്ലേ? എന്നിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നാട്ടിലുള്ളവരൊക്കെ അതിൽ പറഞ്ഞ മാതിരിയാണോ നടക്കണേ? പടച്ചോനെ പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസ് ആവണില്ല, പിന്നെയാണ് ഇത് കണ്ട ഇത് ഇൻഫ്ലുവൻസ് ആവാൻ പോകുന്നത്. അതൊക്കെ ബ്ലെൻഡർ ആണ്. നമുക്ക് മണ്ടത്തരമാണ്. ഇത് കണ്ട ഇൻഫ്ലുവൻസ്ഡ് ആവും എന്നൊക്കെ പറയുന്നത് വെറും മണ്ടത്തരമാണ്. അപ്പൊ പിന്നെ ഇത്രയും വലിയൊരു നാഷണൽ റിയാലിറ്റി ഷോയില് ഇത് കണ്ട ഇൻഫ്ലുവൻസ്ഡ് ആവും, അതുകൊണ്ട് ഞാൻ ഇത് നോർമലൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഷോയിലേക്ക് എന്റെ മകനെ ഒരിക്കലും ഞാൻ കൊണ്ടുവരില്ല എന്നുള്ളത് വീട്ടിൽ പറഞ്ഞിട്ട് പോരണ്ടിരുന്നു. അതിന് പകരം മകനെ ഡ്രസ് കുടിപ്പിച്ച് അവിടെ കൊണ്ടുവരാ, ഉള്ളിൽ കയറ്റാന്നുള്ള ഒരു മോഹത്തിലാ അവിടെ ഇരുന്ന്. അതിനകത്ത് വേറൊരു സാധനം ഞാൻ സായി ശ്രദ്ധിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. വേദലക്ഷ്മിനെ മകനെ അവിടെ കയറ്റിയില്ലെന്ന് പറഞ്ഞ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആക്കി ഭയങ്കര സാധനമായിരുന്നു ഇവിടെ. പക്ഷെ പുറത്തിറങ്ങി വേദലക്ഷ്മി പറഞ്ഞു, ഞാൻ കൺഫെഷൻ റൂമിൽ കുട്ടീനെ കണ്ടു എന്ന്. അത് അന്നേ പറയുന്നുണ്ട്, അന്ന് നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ അടുത്തിരിക്കുന്ന കുറച്ച് സർക്കിളിന് മാത്രമേ ഈ സാധനം അറിയുള്ളൂ എന്നുള്ളത്. പക്ഷേ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സാധനം പുറത്തു വിട്ടിട്ടില്ല. ലാലേട്ടനും കുട്ടീനെ കണ്ടില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നില്ല, അവിടെ ആരും സംസാരിക്കുന്നില്ല.
വേദലക്ഷ്മി എയർപോർട്ടിൽ വന്നപ്പോഴേ പറഞ്ഞു ഞാൻ എൻ്റെ കുട്ടീനെ കണ്ടെന്ന്. അപ്പൊ ഈ പുറത്ത് ഇത്രേ സെന്റിമെന്റ്സ് വോട്ടുകളും പിടിച്ചതും ഈ പാട്ടിട്ട് കൊണ്ടുവന്നതൊക്കെ എന്തിനായിരുന്നു? ആയിക്കോട്ടെ, 16 ലക്ഷത്തിന് അവിടെ PR ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ അത്രയും ചെയ്തോട്ടെ, വിട്ടുകൊടുക്കും. 16 ലക്ഷത്തിന് PR ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സായിക്കും എനിക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് അനുമോളുടെ PR. അവൻ PR എന്ന് പോലും അവൻ സമ്മതിക്കുന്നില്ല, OR എന്നേ പറയുന്നു. വിനു അവനൊന്നും പറയണ്ട, വിനു ആയിക്കോട്ടെ. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി എന്താ പറയാ? അല്ല, എന്താ പറയാനുള്ളത്? അതിനകത്തൊന്നും പറയാനില്ല. 16 കിട്ടുമായിരിക്കും. ഞാൻ പറയുന്നത് എന്താ പറയുക, ഇത് എടുത്ത് അങ്ങോട്ട് 16 കൊടുക്കുന്നല്ല, ദർ വിൽ ബി അഡ്വാൻസ് പേയ്മെന്റ്. ഓക്കെ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെയിലി പേയ്മെന്റ് കിട്ടുന്ന പൈസ ഒരു എമൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ വീക്ക്ലി പൈസ ആയിരിക്കും, അല്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ ഇവള് ടൈറ്റിൽ വിന്നറായി പുറത്തിറങ്ങിയിട്ട് വിനു പിടിച്ചു കൊടുക്കുന്ന ഷോന്ന് ഒരു ഇത്ര ശതമാനം. അങ്ങനെ തന്നെയാണല്ലോ വിനു പറയുന്നത്. അങ്ങനെ തന്നെയാണ് വിനു പറയുന്നത്. ഇപ്പൊ അതാണ് പരിപാടി. അല്ലെ, അനുമോള് പറയുന്ന രീതികൾ വെച്ചിട്ടാണ്, അനുമോളിനെ എനിക്ക് പേഴ്സണലി അറിയുന്ന വ്യക്തിയല്ല, അനുമോള് പറഞ്ഞ രീതി അനുസരിച്ചും വിനു പുറത്ത് സംസാരിച്ച രീതി അനുസരിച്ചും 16 ലക്ഷം കൊടുക്കാന്ന് ഒരിടത്ത് എഗ്രിമെന്റ് ചെയ്തിട്ടുള്ളതായിട്ട് അറിയില്ല. ഒരു അഡ്വാൻസ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. 13 ആ, കാണാമായിരിക്കാം. അപ്പം അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അത് ഓക്കെയാണ്, അതുവരെ ഓക്കെയാണ്. അതിന്റെ പണി പുറത്ത് നടക്കുന്നുമുണ്ട്. പക്ഷെ ഈ 16 അല്ലെങ്കിൽ 11 ഉള്ള എമൗണ്ട് അനുമോൾ തിരിച്ചു വന്നിട്ട് അത് കൊടുത്തു കഴിഞ്ഞിട്ട് കൊടുത്തെന്ന് പറയാം. പക്ഷെ ഷാനവാസിന്റെ വിഷയത്തിൽ പുള്ളീനെ സപ്പോർട്ട് ചെയ്ത് നന്മമരമാക്കുന്ന കുറേ വീഡിയോസ് വന്നു, കണ്ടോ? ഓടിപ്പോയിട്ട് മെഡിസിൻ നോക്കുന്നു. സീസൺ മുതലേ അനീഷ് അങ്ങനെയാണ്. അവിടെ ഞാൻ പറഞ്ഞു, അവിടേക്ക് അയാൾ ഒറിജിനല, അവിടേക്ക് അയാൾ ഫേക്ക് ഇല്ല, അവിടേക്ക് അയാൾ ഒറിജിനല. അയാൾ ഫേക്ക് ആവുന്നത് ഈ രാവിലെ എണീച്ച് അടി ഉണ്ടാക്കുന്നത്. ചായ വെക്കുമ്പോൾ അയാൾക്ക് തല്ലുണ്ടാക്കണം, 7 മണിക്ക് 8 മണി ലൈറ്റ് ഓഫ് ആക്കി അയാൾക്ക് ഉറങ്ങണം. അങ്ങനെ കുറച്ച് സാധനങ്ങളിൽ അയാൾ ഡ്രാമാറ്റിക് ആണ്, ഡ്രാമയാണത്. അത് മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാത്ത പക്ഷെ അയാൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചില സീനുകളിലൊക്കെ അയാൾ ഭയങ്കര ഓർഗാനിക് ആണ്. ആര് വിന്നറാവും ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഒന്നില്ലെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ അനീഷ്. എനിക്കതാ തോന്നുന്നത്. ലെഫ്റ്റും റൈറ്റും ലാലേട്ടൻ ഇവർ രണ്ടുപേരും പോകും. ബാക്കിയൊക്കെ പിന്നെ സാവുമാന്റെ ഗെയിമിനെ എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഗെയിം ഉണ്ടോ സാവുമാന്? ആള് ഭയങ്കര ന്യൂട്രൽ ഫേസിൽ നിന്ന് പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു, എനിക്ക് ആദ്യം തൊട്ട് സാവുമാന്റെ കേസില് സെലക്ഷൻ പാളിപ്പോയോ ഒരിക്കലും ഞാൻ പറയട്ടെ. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രസന്റ് ചെയ്യുന്നതൊക്കെ അടിപൊളിയായിട്ടായിരിക്കാം. അവിടെ ചെല്ലുമ്പോ കിളി പോവും. അയാൾക്ക് അതാണ്ടായി, അയാൾക്ക് കിളി പോയി. അയാൾ അടിച്ചുപോയി സാവുമാൻ മൊത്തത്തിൽ. അല്ലാത്ത പക്ഷം സാവുമാൻ PR ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം PR ഉണ്ടാവായിരിക്കും. അല്ല, PR ഇല്ല. സാവുമോന്റെ സോഷ്യൽ മീഡിയ ഡെഡ് ആണ്. ഞാൻ ഒരു കാര്യം, സാവുമാന്റെ PR ആരാ? അനുമോളുടെ PR, അനീഷിന്റെ PR. അങ്ങനെ, അതായത് സ്വന്തമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞു, സ്വന്തമായിട്ടില്ല. ഏറ്റവും സ്ട്രോങ് PR അപ്പൊ സാവുമാനല്ലേ? അങ്ങനെ ഒരു 5-6 PR ചേർന്ന് നോട്ടൊക്കെ. പക്ഷേ നമ്മൾ ഈ PRന്റെ വിഷയം സീരിയസ് ആയിട്ട് നോക്കുമ്പോൾ സൗമാന് PR ഇല്ല, സോഷ്യൽ മീഡിയ ഡെഡ് ആണ്, കോണ്ടാക്ട് നമ്പർ ഒക്കെ ഡെഡ് ആണ്. ഒരു ഫാൻ പേജ് ഈ അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ തോന്നുന്നു, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അനുമോള് ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചർച്ച PR കാരണം ജയിച്ചു എന്നുള്ള ചർച്ച മാത്രമേ വരുള്ളൂ. ഈ കാണുന്ന പ്രേക്ഷകരോട് പറയുള്ളത്, അനുമോൾ നിങ്ങൾ വിന്നർ ആക്കണം. അല്ല, അങ്ങനെ പറയാൻ കാരണം എന്താ? നമ്മൾ എപ്പോഴും പറയുന്ന അർഹതയുള്ള ഒരാൾ ജയിക്കട്ടെ എന്നല്ലേ. അനുമോള് ജയിക്കട്ടെ എന്ന് പറയുന്നത് എന്തിനാ? ജയിക്കട്ടെ, സീസൺ 6 ഒരു പൊട്ടനും സീസൺ 7 പൊട്ടത്തേക്കും കിട്ടട്ടെ. അങ്ങനെ നാട്ടുകാർ മണ്ടന്മാരാവട്ടെ. അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ഈ PRകളുടെ ഇങ്ങനത്തെ ഗെയിമിൽ പോയി പെട്ട് ഇവർ ചെയ്യുന്ന മാനിപ്പുലേഷൻസ് കണ്ട് അതിൽ വോട്ട് കുത്തിയിട്ടാണ് ഇവർ ഈ 2 ജയം ഉണ്ടാക്കി കൊടുത്തത്. ഒന്നുണ്ടാക്കി, ഇനി ഒന്നുണ്ടാക്കാൻ പോകുന്നു. ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഇതിൽ പോയി പെടരുത്. PRന്റെ മാനിപ്പുലേഷനിൽ പെടരുത്. അക്ബർ ഷോ ഡയറക്ടറിന്റെ സ്വന്തം ആള്. ഒരു കാര്യമില്ല. ലാലേട്ടന്റെ മോൻ പ്രണവിനെ കേട്ടിട്ടും കാര്യമില്ല. ഇല്ല, ജയിക്കില്ല എന്നുള്ളതാ. വോട്ടുണ്ടെങ്കിൽ ജയിക്കും. പക്ഷെ ഈ അക്ബറിനെ മനഃപൂർവ്വം അവിടെ നിലനിർത്തുന്നു. കുറെ ഫേവറേറ്റ്സ് അക്ബറിനേക്കാൾ വോട്ട് കുറഞ്ഞവരൊക്കെ പോയി, അക്ബറിനേക്കാൾ കൂടുതലുള്ളവരൊക്കെ ടോപ്പ് 5 കയറും. അപ്പൊ അക്ബറും പോകും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഒന്നും ഒരു കഴിഞ്ഞ ആഴ്ചയൊക്കെ അക്ബർ പോരേണ്ടതല്ലായിരുന്നു. അക്ബറിനേക്കാൾ വോട്ട് കുറവല്ലോ ബാക്കിയുള്ളത്. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയല്ല. അക്ബറിനെ മുന്നേ റിയാലിറ്റി ഷോ ചെയ്ത ഒരാളാണ്. അതെ, സെയിം പാറ്റേൺ, വോട്ട് കുത്തി ജയിപ്പിക്കുന്ന പരിപാടി. അതൊക്കെ അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെ
അങ്ങനെ നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ അനുമോളുടെ ORM എന്താ പറഞ്ഞേ? അനുമോൾ ഒരു ഫെയിം ഫേസ് ആണ്, റിയാലിറ്റി ഷോ ചെയ്ത ഒരാളാണ്, 1 million above പേജ് ഉണ്ട്. അക്ബർ ഇതേപോലെ ഇപ്പൊ ഷോ ചെയ്ത ഒരാളാ, വോട്ടിംഗ് തന്നെയായിരുന്നു അവിടുത്തെ ക്രൈറ്റീരിയ. അവിടെ ഇതേ റിയാലിറ്റി ഷോ ആണ്, അതിനൊരു ഫാൻ ബേസ് ഉണ്ട്. അതിന്ന് അക്ബർ തന്നെ വീട്ടിനകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പും പരിപാടി ഉണ്ട് എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി അയാൾക്ക് എന്തുണ്ട്, ബാക്കിയുള്ളവരെ വെച്ചുമ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ട്, അയാൾ നിൽക്കും. അല്ല, ഈ ഷോ ഡയറക്ടർ അക്ബറിനെ ഫേവർ ചെയ്യുന്നു. ഞാൻ പറയും, ആരാ ഷോ ഡയറക്ടർ? സർഗോക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒറ്റ ചോദ്യം, സർഗോനേക്കാ ചെറുതാണോ എന്റെ മോൾ ഷൈൻ? അല്ല. സർഗോനേക്കാ ചെറുതാണോ ഏഷ്യാനെറ്റ്? അല്ല. അല്ലല്ലോ. ഹീസ് ജസ്റ്റ് എ ഷോ ഡയറക്ടർ, ക്രിയേറ്റീവ് ഹെഡ്. സർഗോ ആണെങ്കിലും, റിയ ചേച്ചി ആണെങ്കിലും, അർജുൻ ചേട്ടനാണെങ്കിലും, അഞ്ജന നമ്പ്യാരാണെങ്കിലും, കിഷൻ സാറ് ഞാൻ പറയില്ല, കിഷൻ സാറ് മുകളിലാണ്. ഈ പറഞ്ഞ ടീം ക്രിയേറ്റീവ് ഹെഡ്സ്, ഇവർക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒരു റോളും ചെയ്യാൻ പറ്റില്ല. എൻഡ് ഓഫ് ദ ഡേ ഒരു കോൺട്രവേഴ്സി ഉണ്ടായ അത് ബാധിക്കുന്നത് ചാനലിനെയും ഷോനെയും പ്രൊഡക്ഷൻ സൈഡിനെയാണ്. ഇവരെന്തെങ്കിലും ഫേവറിസം ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിയാൽ അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ പൊട്ടന്മാരൊന്നും അല്ലല്ലോ മലയാളികളും ഇവിടുത്തെ PR-കളും, സ്പോട്ടിൽ വെക്കും. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. ഈ അനീഷ് ഇത് പറഞ്ഞു കേൾക്കുന്നതാണ്, എന്റെ അറിവിൽ ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഇതില് ഹിയർസേ ആണ്, ക്ലിയർ ആയിട്ട് പറയുന്നില്ല. സെൽമീദ ആൻസറിൽ ഇതേ സർഗോ ആണ് ഡയറക്ടറോ കോ ഡയറക്ടറോ എന്തോ പറയുന്നുണ്ട്, കോ ഡയറക്ടർ ആയിട്ട് സർഗോ എന്ന് പറയുന്നത്. അങ്ങനെ അനീഷ് നിൽക്കുന്നത് സർഗോന്റെ കാരണം എന്ന് പറഞ്ഞാൽ അനീഷ് അതിനകത്ത് എൻട്രി ചെയ്ത് സർഗോ കാരണമാണെന്ന് പറയുന്നുണ്ട്. ഷാജി വരെ വോട്ട് ചോദിച്ചു പറഞ്ഞത് ഞാൻ ഞെട്ടിപ്പോയി. ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു ന്യൂസിനകത്ത് മൈജിക്ക് വേണ്ടിയിട്ടാണ്, ന്യൂസ് മീൻസ് ഓൺലൈൻ ന്യൂസിനകത്ത് കണ്ടതിനകത്ത് മൈജിക്ക് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന ആളാണ് അനീഷ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അക്ബർ നിൽക്കുന്നതിന് എന്തിനാ ഈ പറയുന്നത് സർഗോന്റെ ആളാണ്? അപ്പൊ എന്നാലും വേറൊരു കാര്യമുണ്ട്, സർഗോ ഷോ ഡയറക്ടർ ആണെന്നുള്ളൊരു വലിയ ഫാക്ടറാണ്. ശമ്പളം കിട്ടുന്നത് അപ്പൊ പിന്നെ ആരാ വരുന്നത്? അപ്പൊ പിന്നെ അനീഷ് കപ്പടിക്കില്ലേ? അതെ. അപ്പൊ അനീഷ് കപ്പടിച്ച വരുന്നത് പറയും. അതിനകത്ത് വേറൊരു കാര്യം കൂടെ, ആര്യൻ എന്റെ മോൾ ഷൈന്റെ വലിയ ആളാന്ന് പറഞ്ഞു. അതെ, എന്റെ മോൾ ഷൈൻ ആരതാ? മുംബൈ ബേസ്ഡ് കമ്പനിയാണ്. കമ്പനി മുംബൈ എനിക്കും പറഞ്ഞൂടെ? അതിന് ഓണർ ആരാ? ആരിന്റെ മാമനെ വെച്ചാലൊന്നും ആവില്ലല്ലോ. അല്ല. സായിക്ക് തോന്നുന്നുണ്ടോ അനീഷ് കോമണർ ആണെന്ന്? എനിക്കും തോന്നുന്നില്ല. ഞാൻ എന്റെ പ്രീവിയസ് ക്രിയേറ്റീവ് ഹെഡിനോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിനോട് തർക്കിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിയും അറിയില്ലെന്ന് പറയുന്നത്. അറിയാലോ, മറ്റേ ഹാഫിസിന്റെ ഇന്റർവ്യൂ സായി കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, അതിനകത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. അനീഷ് ഫോർ മീ, ഞാൻ പറയുന്നത് എല്ലാവർക്കും ആവണമെന്നില്ല, ഫോർ മീ ഈസ് നോട്ട് എ കോമണർ. കേറുമ്പോഴും കോമണർ അല്ല, ഇനി ഇറങ്ങുമ്പോഴും കോമണർ അല്ല. കേറുമ്പോൾ കോമണർ അല്ല, ഇറങ്ങുമ്പോൾ ഒട്ടും അല്ല. അതൊക്കെ ബിഗ് ബോസിന് ഇപ്പൊ ഈ പറഞ്ഞ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ചില കാര്യങ്ങളൊക്കെ ഫേക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ചില കളികൾ ബിഗ് ബോസിന്റെ മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടല്ലോ, അവര് ഷോ റൺ ചെയ്യുന്നല്ലേ, അവര് ഗവൺമെന്റ് പ്രൊജക്ട് ഒന്നല്ലല്ലോ. മീൻസ് എന്തായാലും ഒരു റിയാലിറ്റി ഷോ, ജെനുവിൻ ഷോ നമ്മളടുത്ത് 100 തവണ പറയുന്നുണ്ട്. ഞാൻ അതാ ചോദിച്ചത്, നാട്ടുകാരിൽ നിന്ന് ഫണ്ട് വാങ്ങി ഗവൺമെന്റ് പ്രൊജക്ട് ഒന്നല്ലല്ലോ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓരോ പൈസ ഓരോ ഷോ ഇഷ്ടത്തിന് ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും? എനിക്കോ സിവിക്കോ കാശ് മുടക്കുന്നുണ്ടോ? ഇല്ല. ഡാറ്റന്റെ മുടക്കം മാത്രമല്ലോ. ഡാറ്റ വേണമെങ്കിൽ ഒരു 149 രൂപയുടെ ചെലവുണ്ട്. അല്ല, ഇനി അതും വേണ്ട, വേണേ കണ്ടാ മതി. അവരാരും വന്ന് നമ്മളോട് പറയുന്നില്ല. ഇതിപ്പോ യൂട്യൂബ് ചാനലൊന്നുമല്ലോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് പറയാം. ഞാനേ കണ്ടിട്ട് പോടേ എന്നാണ് സംഗതി, വേണേ കണ്ടാ മതി. അതുകൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ. ഇത് മറ്റേതാ, ഞാന് അപ്പം തമ്പുരാൻ സുഭദ്ര, ഞങ്ങള് തീരുമാനിക്കും ആഭരണപ്പെട്ടി വളർത്താം, ഇത്രയേ ഉള്ളൂ പരിപാടി. അവര് തീരുമാനിക്കും, വേണമെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ ചാനൽ മാറ്റി വെച്ച് അടുത്ത ഷോ കാണാം. അപ്പൊ എന്തായാലും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ ഒരാളിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും 2 പേര് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അനുമോൾ അനീഷ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഈ തവണ ലാലേട്ടന് കൊടുക്കണം. ഇനി ഒരു കൺഫർമേഷൻ കിട്ടാനായിട്ടുള്ളത് ഈ സാറ്റർഡേ സൺഡേ എപ്പിസോഡും കൂടെ കണ്ടിട്ട് വേണം പറയാനായിട്ട്. നിവിന്റെ വിഷയത്തിൽ എന്താണ് നിലപാട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പൂർത്തിയായി. എന്റെ അഭിപ്രായത്തിൽ പുറത്താക്കണം. എന്റെ അഭിപ്രായത്തിൽ നിവിൻ എന്ന വ്യക്തിയെ ഞാൻ ഉൾക്കൊള്ളാൻ റെഡിയാണ്. ഫിസിക്കൽ അസോൾട്ട് പറഞ്ഞേ, ആ വെള്ളം ഒഴിച്ച സമയത്ത് അനുമോള് നെവിന്റെ കൈ ഉള്ളു മാന്തി പറിച്ചിട്ടുണ്ട്. മാന്തൽ ഒരു പ്രശ്നമാണോ? പിടിച്ച് തള്ളുന്നതും ഒക്കെ ചെയ്യുന്നതല്ലേ? പോയിസൺ കയറാനുള്ളത് ഈ തള്ളിലാണോ മാന്തലിലാണോ? ഗെയിമിന്റെ ഇടയ്ക്ക് എത്ര തവണ മാന്തിയിട്ടുണ്ട് പരസ്പരം? ഇല്ലേ?
അങ്ങനെയാണെങ്കിലോ അപ്പൊ ടച്ച് ചെയ്യാത്ത ഗെയിം ഉണ്ടോ അവിടെ? എല്ലാരും പുറത്താക്കി കൂടെ അങ്ങനെയാണെങ്കിൽ എല്ലാരും പുറത്താക്കണം. അല്ലെങ്കിൽ ആദ്യം അനൗൺസ് ചെയ്യണം. ആരനൗൺസ് ചെയ്യണം? ബിഗ് ബോസ് ഷോനകത്ത് ഇതൊക്കെ നോർമലൈസ് ചെയ്തു. ഈ മാന്തലൊക്കെ നോർമലൈസ്ഡ് ആണ്. വെള്ളം കോരി ഒഴിക്കുന്നതും അറ്റാക്ക് ഉണ്ടാക്കുന്നതൊന്നും നോർമലൈസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് തലവഴി ഒഴിക്കണമായിരുന്നു, എല്ലാവരും ഒഴിക്കണമായിരുന്നു. ഒഴിക്കാൻ അനുമോൾ ഒഴിച്ചല്ലോ. നിവിനെ പറഞ്ഞോട് ഫിസിക്കൽ അറ്റാക്ക് ആണ്. നിവിൻ ബെഡിലാ ഒഴിച്ചേ, നിവിന്റെ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചേ. പക്ഷെ അവിടെയാണ് ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ സാധനം വേണ്ടത്. അവിടെയാണ് വേണ്ട. എങ്കിലും അനുമോൾ എന്തെങ്കിലും കാണിച്ചോട്ടെ. അല്ല, നെവിൻ ചിന്തിക്കണം, അവൾ എന്തെങ്കിലും കാണിക്കട്ടെ, ഞാൻ എന്റെ പാട് നോക്കി പോകുന്നെന്ന് പറഞ്ഞിട്ട് പോവാലോ. ചിന്തിക്കണം. ഞാൻ പറയട്ടെ, ഹ്യൂമാനിറ്റി കാർഡ് അവിടെ ഇറക്കിയതാണ്. നെവിൻ ആദ്യം ദിവസം മുതലേ പറയുന്നത്, ഞാൻ കള്ളനാണ്, ഞാൻ ആരും ഇഷ്ടപ്പെടാൻ വന്നതല്ല, ഞാൻ വെറുപ്പിക്കും, ഞാൻ കട്ടു തിന്നും, ആർക്കും ഭക്ഷണം കൊടുക്കില്ല. അവിടെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് എല്ലാരെയും സൂചിപ്പിച്ച് വിറ്റിംഗ് കാർഡും ഇറക്കി പറഞ്ഞ എല്ലാ പരിപാടികളും ചെയ്ത് ഹ്യൂമാനിറ്റിയും പറഞ്ഞ് കുലസ്ത്രീ കളിച്ച് നടക്കുന്നവരാ അനുമോള്. അപ്പൊ അനുമോളല്ലേ ചെയ്യണ്ടേ? പിന്നെ അതൊക്കെ അനുമോള് ചെയ്യണം, അല്ലാതെ നെവിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നെവിനെ പുറത്താക്കേണ്ട ഒരു ആവശ്യമില്ല. നെവിൻ അവിടെ നിൽക്കണം. പുറത്താക്കണം ഇത് മാത്രല്ലോ, നമ്മൾ ഷോ എടുത്ത് തുടങ്ങി പല പല ഇൻസിഡൻസ് ഉണ്ട്. പുറത്താക്കാൻ എനിക്ക് ഇഷ്ടം പോലെ പല പല പുറത്താക്കണായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തമിഴില് കണ്ടിട്ടുണ്ട്, റെഡ് കാർഡ് കൊടുക്കാന്ന് സാധനം കണ്ടിട്ടുണ്ട്, യെല്ലോ കാർഡ് കൊടുക്കാന്നുണ്ട്. ഇതൊന്നും കൊടുക്കുന്നില്ല ഇവിടെ. മലയാളം ബിഗ് ബോസിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ബേസിക്കലി ഷോനെ കുറിച്ച് മനസ്സിലാക്കുക. ലാലേട്ടൻ എന്താ ഫസ്റ്റ് പ്രമോല് പറഞ്ഞു, പക്ഷെ കാർഡുകളില്ല. ആ പറഞ്ഞ ലാലേട്ടൻ റെഡ് കാർഡും പൊക്കിയതാണ്. പൊട്ടോ കാർഡില്ല. ആ കാർഡല്ലല്ലോ ഇപ്പം കാർഡില്ല, ഒരു കാർഡും ഇല്ല. കാർഡ് കഴിഞ്ഞ് യെല്ലോ കാർഡും റെഡ് കാർഡും കാണിക്കുന്ന മലയാളികളോട് ഇപ്രാവശ്യം കാർഡില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കാർഡില്ല. പിന്നെ ലാലേട്ടൻ അവിടെ റെഡ് കാർഡും പൊക്കി നിന്ന ഇയാളല്ലേ കാർഡില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ പൊക്കിയെന്ന്. ഞാൻ പറയട്ടെ, ഇവിടെ ഓൾറെഡി ആ പാവത്തിന് കുറെ ഹേറ്റ് ഉണ്ട്. അല്ല, ഞാൻ ലാലേട്ടൻ മീൻ ചെയ്തത് വിക്ടിം കാർഡില്ല, അല്ലെങ്കിൽ സ്ത്രീ കാർഡില്ല, അങ്ങനത്തെ കാർഡില്ല എന്ന് പറഞ്ഞേ. അല്ലാതെ റെഡ് കാർഡും യെല്ലോ കാർഡും കാണിക്കില്ലെന്നല്ല പറഞ്ഞേ. കോൺസെപ്റ്റ് ഇല്ല. ദാറ്റ് മീൻസ് ഒരു കാർഡ് കോൺസെപ്റ്റും ഇല്ല. അവർ കാർഡ് എന്ന് പറഞ്ഞ സാധനം ഒരു എടുത്ത് തോട്ടിലെറിഞ്ഞു. കാരണം ഒരു സീസൺ ഈ കാർഡ് വെച്ച് പോയി, കഴിഞ്ഞ സീസൺ. ഈ സീസണിലും ഈ കാർഡ് ഓടിക്കഴിഞ്ഞാൽ അടുത്ത സീസണിലും എന്ത് ചെയ്യേണ്ടി വരും? അതൊന്നും ഒരു ഫോർമുല ഉണ്ട് ഒരു ഷോക്ക്. ഇത് 7ന്റെ പണിയാണ്. അപ്പൊ അവിടെ സ്ട്രെസ് ചെയ്യുന്ന 7ന്റെ പണിയാണ്. അത് വേണ്ടടത്തും വേണ്ടാത്തടത്തോളം ഒക്കെ അവര് സ്ട്രെസ് ചെയ്യും ഈ സാധനം. അപ്പൊ അതിന് അവര് ബാക്കി സാധനങ്ങളും യൂസ് ചെയ്യില്ല. അതൊന്നും ഉപയോഗിക്കാൻ പോണില്ല. എങ്കിലും ഏതെങ്കിലും ഒരു വശം നോക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്ത പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പൊടിക്ക് നിവിന്റെ പ്രശ്നങ്ങൾ കൂടുതലാണ് ഉള്ളത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നമുക്ക് തർക്കിക്കാനാണ് ഇരുന്ന് തർക്കിക്കാം. സീരിയസ് ആയിട്ട് പറയാം, ഒരിക്കലും ഇല്ല. ഞാൻ എണ്ണി പറഞ്ഞല്ലോ ബാക്കിയുള്ളവർ ചെയ്ത പ്രശ്നങ്ങൾ. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം ഈക്വേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ആണ്. അങ്ങനെ പറയല്ലേ. ഒരാൾക്ക്, ഞാൻ വിശ്വസിക്കുന്നത് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുമോള് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫുഡ് കഴിക്കാൻ പാടില്ല, എന്തിനാ അവിടെ വയറ് നിറച്ച് തിന്നാനാണോ വരുന്നത്? അല്ല, വയറ് നിറച്ച് തിന്നാനാണെന്ന് പറഞ്ഞിട്ട് കുറച്ചെങ്കിലും കൊടുത്തു. ഇത് ഞാൻ ഒന്നും തരില്ലെന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ സാധനം കട്ടെടുത്ത് തിന്നുക ചെയ്യുന്നത്. കോമൺ ആയിട്ട് വന്ന ലക്ഷറി ബഡ്ജറ്റ് ഒരു ക്യാപ്റ്റന്റെ അണ്ടറിലാണ് വെക്കേണ്ടത്. അതെ, ബിഗ് ബോസിനകത്ത് ആരാ ക്യാപ്റ്റൻ? ഇപ്പോ 3 ക്യാപ്റ്റന്മാർ. ഇപ്പൊ 3 ക്യാപ്റ്റൻ. ലക്ഷറി ബഡ്ജറ്റ് ക്യാപ്റ്റന്റെ അണ്ടറിലാന്നുള്ളത് അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതെ, അവര് ക്യാപ്റ്റന്മാർ എടുത്തിട്ട് പോയി. അതിന് കട്ടെടുക്കാൻ നോക്കിയതാരാ? മറ്റുള്ളവരുടെ എല്ലാവരും എടുത്തോണ്ട് പോകണ്ടല്ലോ. ഓരോ വ്യക്തിക്ക് 200 പോയിന്റ് ഉണ്ട്. 200 പോയിന്റ് ഉണ്ട് ഒരു വ്യക്തിക്ക്. ഒരു ക്യാപ്റ്റന്റെ അണ്ടറിലാണ് ലക്ഷറി ഇത് വരിക. ലക്ഷറി സാധനത്തിന് പോയിന്റ്സ് ഇല്ല. ലക്ഷറി സാധനം ബിഗ് ബോസ് കൊടുക്കുന്ന പറയുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് 200 പോയിന്റ് എന്ന നിലയിലാണ് 1200 സംതിങ് പറഞ്ഞത്. ലക്ഷറി പോയിന്റ്സ് അവർ കൊടുക്കുന്നത് ബിഗ് ബോസ് അറിഞ്ഞു കൊടുക്കുന്നത്. അത് പോയിന്റ് ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളൊക്കെ വൈറ്റൽ ലെവൽ കുറയുമ്പോ പ്രോട്ടീൻ തരുന്ന ക്യാപ്റ്റന്റെ അണ്ടറിലാണ് വെക്കേണ്ടത്. 3 ക്യാപ്റ്റന്മാരെ എടുത്തിട്ട് പോണ വഴിക്ക് മറ്റേ ഈ ബന്ദിപ്പൂർ കാട്ടിലൊക്കെ പോകുമ്പോ കൊരങ്ങന്മാര് സ്നാച്ച് ചെയ്യായിരിക്കും, അതുപോലെ എടുത്ത് വലിച്ചത്. അവകാശം, അവർക്ക് അവകാശപ്പെട്ട സാധനങ്ങൾ നിങ്ങൾ അടുക്കളയിൽ കയറി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് പഴവും മുറിച്ചിട്ട് പാൻ കേക്ക് ഉണ്ടാക്കിയിരുന്ന ആൾക്കാരാണ്. ലക്ഷറി ബഡ്ജറ്റ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ക്യാപ്റ്റന്റെ അണ്ടറിലാണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അർഹതപ്പെട്ട തലേ ദിവസത്തെ എപ്പിസോഡ് പോവാ, റിപ്പീറ്റ് അടിച്ച് കാണുക. ഈ ഡോറ് തുറന്നിട്ട് പാലെടുത്ത് കുടിക്കുന്നുണ്ട് അനുമോളും നൂറയും കൂടെ ഇല്ലേ? ആ അനുമോളും നൂറി ഇന്ന് രാവിലെ കേട് കാണാനില്ലാന്ന് പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കുന്നുണ്ട് യോഗട്ടിന്. എന്ത് ലോജിക്കാണ്? അതിന് മുമ്പ് ഇവര് ചായ ഇട്ട് കുടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് കൊടുക്കാതെ ഇവർക്കൂടെ അവകാശപ്പെട്ടത് കൊടുക്കാതെ വന്നപ്പോഴാണ്. ഈ അവകാശം എന്താ ബിഗ് ബോസിനകത്ത്? ഈക്വാലിറ്റി എല്ലാവർക്കും ഇല്ലേ? ഒരു അവകാശമില്ല. എല്ലാവർക്കും ഇല്ലേ?
എല്ലാവർക്കും ഇല്ല. അവിടെ കട്ടെടുത്ത് മൂട്ടിച്ച് ഈ പറയും ഞാൻ അറിയാം കട്ടും മൂട്ടിച്ചു നിന്നിട്ടുണ്ട്. അതിനകത്ത് പോകുമ്പോൾ സർവൈവലാണ്. ആർക്കും വേണേ കട്ടും മൂട്ടിച്ചും തിന്നാം. അതിനകത്ത് അങ്ങനെ തിന്നണമെന്ന് ഭാഗ്യവാൻ. അങ്ങനെയാണെങ്കിൽ സായിനെ പട്ടിണി കിട്ട സായി എന്ത് ചെയ്യും? കട്ടും മൂട്ടിച്ചും തിന്നും. അല്ല, അതിനുള്ള അവസരവും ഇല്ലാന്ന് വെച്ചോ. അപ്പൊ അതിനുള്ള കഴിവും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്താണ്? പെട്ടുപോയി, അത്രേ ഉള്ളൂ. അങ്ങനെ അല്ലാത്തവരാരും കിട്ടൂല. പെട്ടു പോകുന്ന അവസ്ഥയില് നമുക്കൊരു സർവൈവ് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യില്ലേ? അനുമോള് ഇതിനകത്ത് ഫുഡ് ഉണ്ടാക്കുമ്പോ തന്നെ പലർക്കും ഫുഡ് കൊടുക്കാറുണ്ട്. റെന ഫാത്തിമ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട് ഫുഡ് കൊടുക്കുമ്പോ കറി കൊടുക്കലില്ല, ഇത്രേ കൊടുക്കാറുള്ളൂ, കുറച്ച് കൊടുക്കലുള്ളൂ. കമ്പാരിങ് ടു അതേഴ്സ് ഇത്രേ കൊടുക്കാറുള്ളൂ. ഇത്ര മനുഷ്യത്വം പറയുന്ന ആളല്ലേ. കൊടുക്കണ്ടേ എല്ലാവർക്കും കൊടുക്കണം. കൊടുത്തിട്ടില്ലല്ലോ. പക്ഷെ ഇവരെ പോലെ ഒട്ടും കൊടുക്കാതിരുന്നിട്ടില്ല. അവിടെയാണ് സായി നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, നിങ്ങള് തിന്നണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് നിവിൻ. അന്നാ നിങ്ങള് പാത്രം കഴിക്കില്ലേ, നിങ്ങള് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താ പറയാ, ക്യാപ്റ്റനാണ്, വീട്ടിലെ ഒരു പണി ചെയ്യില്ല, ഫുഡ് കഴിക്കണ്ട, പണി ചെയ്തിട്ട് ഫുഡ് കഴിച്ചു. ക്യാപ്റ്റൻ റൂൾ. ബിഗ് ബോസ് അതിനകത്ത് ഒന്നും പറയാൻ പോണില്ല. ക്യാപ്റ്റൻ റൂളാണ്. പട്ടിണിക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ടോ ബിഗ് ബോസ്? പിന്നെ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ ബിഗ് ബോസ് ഫുഡ് കൊടുക്കും, ക്യാപ്റ്റന് ചെയ്യാം. ഈ എഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ പട്ടിണി കിടന്ന് മരണം എന്ന് പറഞ്ഞ സാധനം പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കയറിയ സമയത്ത് ഉപ്പില്ല. ക്യാപ്റ്റന് ആ ക്യാപ്റ്റന് അധികാരമുണ്ട്, പക്ഷെ ബിഗ് ബോസിന് മേലെയാണെന്ന് പറയല്ലേ. ഒരാള് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ വീടിന്റെ സർവാധികാരിയാണ്. അത് ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ബിഗ് ബോസിന് മേലെയാണെന്നുള്ള സാധനം പറയല്ലേ. പറഞ്ഞോട്ടെ, ക്യാപ്റ്റൻ പറയാണ് നാളെ ഞാൻ ക്യാപ്റ്റനായി സിമ്മിനോട് പറയാം ജോലി ചെയ്താലേ ഫുഡ് തരുമോ, എന്റെ തീരുമാനം. എന്റെ തീരുമാനത്തിന് മുകളിൽ ഒരാളുണ്ടല്ലോ, അയാൾ തരുമായിരിക്കും, ഞാൻ തന്നെ നോക്കേണ്ട കാര്യം. അത്രേ ഉള്ളൂ. പക്ഷേ അവിടെ വേറൊരു കാര്യമുണ്ട്. ബിഗ് ബോസ് പറയട്ടെ, പറയുന്നിടം വരെ ഞാൻ കൊടുത്തില്ല എന്ന് പറയുമ്പോ ഇവിടെ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അവിടെയാണ് പ്രശ്നമായത്. ഒന്നുമില്ല, ഞാൻ മെഡിസിൻ കഴിക്കുന്ന ആളാന്ന് വിചാരിച്ചോ. ഞാൻ എന്താ ചെയ്യാറിയോ, പുല്ല് എനിക്കിത് കഴിക്കാണ്ട്, എന്റെ ദേഹമാണ് ഇത്, ഷോ ഒക്കെ വേറെ, ഞാൻ പണിയെടുത്തിട്ട് ഞാൻ കഴിക്കും. എനിക്ക് അത്ര വാശി, ദേഹത്തിനേക്കാൾ വലുതൊന്നുമല്ല എന്റെ വാശി. മനസ്സിലായില്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആളവിടെ ഉണ്ട്. അനീഷ് അങ്ങനെ ചിന്തിക്കുന്നു. കൃത്യമായി പണിയെടുക്കുന്നുണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ടോ, ജീവിക്കുന്നുണ്ടോ, അത്രേ ഉള്ളൂ പരിപാടി. പക്ഷെ എന്നാലും ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എല്ലാത്തിനും അധികം ഞാനാണ്, ഞാനിപ്പൊ കാണിച്ചു തരാന്നുള്ളൊരു ഭാവം ശരിയല്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്തായാലും ഞാൻ യോജിക്കുന്നില്ല. ഓരോരുത്തരും ഇഷ്ടമാണ്. പ്രത്യേകിച്ചും അക്ബറിനും ആര്യനും ഇല്ലാത്ത ഒരു അധികാരമാണ് നിവിനുള്ളത്. നിവിൻ പറയുന്നുണ്ട് അവനങ്ങനെയാണ്, പിന്നെന്താ പ്രശ്നം? ഇത്ര സെൽഫിഷ് ആയിട്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ലാലേട്ടൻ മുന്നിലിരിക്കുമ്പോ സോഫയിൽ ഇപ്പുറത്തിരുന്ന് തിന്നുന്നവനാവൻ. ആ നിവിൻ അവിടെ എന്ത് വേണമെങ്കിൽ കാണിക്കാം. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ നിവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാ പറഞ്ഞത്, അത്രേ ഉള്ളൂ. നിവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പറയണ്ടേ, ബിഗ് ബോസ് ഇറങ്ങിപ്പോയ ആളെ വിളിച്ചു കൊടുന്നതല്ലേ. എന്തിനാ വിളിച്ചു കൊടുന്നത്? ഇതേ കൊലഹല അവിടെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അത്രേ ആവശ്യം, കണ്ടന്റ്. ഇത് അപ്പൊ അവിടെ ഒക്കെ നടക്കും. അപ്പൊ ഇവിടെ കുറ്റക്കാരൻ ബിഗ് ബോസ് ആണ്. കാശ് മേടിച്ച് കണ്ടന്റിന് വേണ്ടി പരതി പറഞ്ഞ് നടക്കുന്ന അനുമോളും കണക്കാം, ഒരു എത്തിക്സും ഇല്ലാതെ ഗെയിം കളിക്കുന്ന ഇവനും കണക്കാം. ഈക്വലി ഇവിടെ ഗെയിം കളിക്കുന്നത് ശരിക്കും ഗെയിം കളിക്കുന്നത് ബിഗ് ബോസ് ആണ്. അത്രേ ഉള്ളൂ. അവിടെ കലാശ്. താങ്ക് യു സോ മച്ച്.